ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ SSC CGLൻ്റെയും CHSLൻ്റെയും പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് നമ്മൾ ഈ ചാനലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ October 12 2020 ഷിഫ്റ്റ് 1 റീസണിങ് സെഷൻ നമ്മൾ കവർ ചെയ്തായിരുന്നു. അതുകൂടാതെ മാത്സും നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോണത് ഷിഫ്റ്റ് 2, അതായത് 12 October 2020 CHSL 19 എക്സാമിൻ്റെ ലേറ്റസ്റ്റ് CHSL എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 റീസണിങ് സെഷൻ എഗെയിൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോണതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ റെലവൻറ്റ് കണ്ടൻറ്റ്, മോർ റെലവൻറ്റ് കണ്ടൻറ്റുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. ഫസ്റ്റ് read the given statements and conclusions carefully. Assume that the information given in the statements is true, even if it appears to be at variance with the commonly known facts. Decides which of the given conclusions logically follows from the statements. അപ്പോൾ ഇത് സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാകും. അത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പരിധിയിൽ അത് നമുക്ക് ഫാക്ട്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നത് പറഞ്ഞാൽ 100% ട്രൂ ആണ്. എന്നിട്ട് അതിനെ ലോജിക്കലി ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻസ് ആണോ നമുക്ക് തന്നേക്കണമെന്നാണ് ചോദിച്ചേക്കണത്. അപ്പം നമ്മൾ ഇതിൽ ഓപ്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്യണം ഈ ഓപ്ഷൻസ് ഏതാണ് വാലിഡ് നമ്മൾ നോക്കണം, ഏത് കൺക്ലൂഷനാണ് വാലിഡ് നമ്മൾ ഫസ്റ്റ് നോക്കണം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ നമ്മളൊരു വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എഴുതാം ഓൾ പാരറ്റ്സ് ആർ പിജിയൻസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രാം വരക്കണം. അപ്പോൾ നമ്മൾ ഓൾ പാരറ്റ്സ് നമുക്കതിന് വരക്കാം. ഓൾ പാരറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാരറ്റ്സിൻ്റെ കാറ്റഗറി നമുക്കൊരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പാരറ്റ്സ് നമുക്ക് പേര് കൊടുക്കാം, പാരറ്റ്സ്. അപ്പോൾ എഗെയിൻ നമ്മൾ പിജിയൻസ് എന്ന് പറയുമ്പോൾ പിജിയൻസിനെ ഒരു ബിഗർ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പിജിയൻസ്. അതായത് പിജിയൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ കേസസും നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ അതെല്ലാം എൻകംപസ് ചെയ്യേണ്ടത് പിജിയൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയില്ലേ ഈ ഫിഗറിൽ വെച്ച്. അതായത് ഓൾ പാരറ്റ്സ് ആർ പിജിയൻസ്, അതായത് പിജിയൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാരറ്റ്സിനെ വരച്ചേക്കണം. അപ്പോൾ ഈ ഫിഗർ കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നോ പിജിയൻസ് ആർ ടേബിൾസ്. അപ്പോൾ ഈ ടേബിൾസും നോ പിജിയൻസ് ആർ ടേബിൾസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ടേബിൾ ഒരു ടേബിളിൻ്റെ കാറ്റഗറിനെ നമ്മൾ സർക്കിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ അതായത് പിജിയൻസും ടേബിൾസും ഒരു ഇൻ്റർ കണക്ഷനോ ഒരു കോറിലേഷനോ ഒരു ഓവർലാപ്പിങ്ങോ ഇല്ല എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നോ പിജിയൻസ് ആർ ടേബിൾസ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ കൂടി റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് കൺക്ലൂഷൻസ് എന്താണോ, ഈ കൺക്ലൂഷൻസ് വാലിഡ് ആണോ നോക്കാം. അതായത് ഒരു കൺക്ലൂഷൻ വാലിഡ് ആണെങ്കിൽ അത് 100% ട്രൂ ആയിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ. അതായത് ഒരു വേരിയൻസ് പാടില്ല. 100% എല്ലാ പോസിബിൾ കേസസിലും ആ കൺക്ലൂഷൻ ഷുഡ് ഹോൾഡ് ട്രൂ. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇൻവാലിഡ് കൺക്ലൂഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓൾ പിജിയൻസ് ആർ ടേബിൾസ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നോ പിജിയൻസ്, ടേബിളും പിജിയനും തമ്മിൽ കണക്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്തുകൊണ്ടാണ് ഓൾ പിജിയൻസ് ആർ ടേബിൾസ് എന്നല്ലേ. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണോ? അല്ല, കാരണം നമ്മുടെ ഫിഗർ അനുസരിച്ചല്ല, അത് തമ്മിലും റിലേഷൻഷിപ്പ് ഇല്ല ടേബിളും പിജിയൻസും തമ്മിൽ. അഗെയിൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോ പാരറ്റ്സ് ഇസ് ടേബിൾ. നോ പാരറ്റ്സ് ഇസ് ടേബിൾ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പാരറ്റ്സ് ഏതാണ്? പിജിയൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ പിജിയൻസ് എന്ന് പറഞ്ഞാൽ ടേബിളായിട്ട് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണമല്ലോ, അത് കണക്റ്റഡ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി പാരറ്റ് ടേബിൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടില്ല, അത് തമ്മിലൊരു ഓവർലാപ്പ് വരില്ല. കാരണം പിജിയൻസ് ടേബിളായിട്ട് കണക്റ്റഡ് ആവാത്ത കാരണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം? ട്രൂ ആണെന്ന് പറയാം. നോ പാരറ്റ് ഇസ് എ ടേബിൾ എന്നുള്ളത് നമുക്ക് 100% കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് ഇവിടെ കറക്റ്റ്. അപ്പോൾ ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഫോർത്ത് ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് നോൺ വെർബലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫിഗർ സീരീസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഫിഗർ സീരീസിൽ യൂഷ്വലി കാണുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഓരോ ഫിഗർ മാറും തോറും either ഒരു
ക്ലോക്ക് വൈസ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഷിഫ്റ്റോ ആണ് നടക്കുന്നത്. ആ ഒരു പാറ്റേൺ ആണ് മിക്കപ്പോഴും SSCക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യണത് നമുക്ക് നോക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഇൻവേർഷൻ ഒരു ലോജിക്കും കൂടി ഉണ്ട്. അതായത് ആ ഇമേജ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കണമെങ്കിൽ താഴോട്ട് പോയിന്റ് ചെയ്തിരിക്കും. അതായത് ഒരു ഇൻവേർട്ടഡ് ഫിഗർ ആയിരിക്കും നെക്സ്റ്റ് ഫിഗർ ആയിട്ട് വരുന്നത്. ആ ഒരു പാറ്റേണും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആണോ ഈ ഫിഗർ ചേഞ്ച് ആവണേന്ന് നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കി ഇവിടെ നോക്കുക, ഈ ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ആരോ ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫിഗർ മുകളിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊരു മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അഗെയിൻ അപ്പോൾ ഇവിടെ ആരോക്ക് എന്ത് പറ്റി? ആരോ ഇൻവേർട്ടഡ് ആയി. അപ്പോൾ നമ്മുടെ രണ്ട് പാറ്റേണും, അതായത് ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊരു ഷിഫ്റ്റ് ഓർ ഒരു ഇൻവേർഷൻ, അതായത് ഒരു ഇൻവേർട്ടഡ് ഫിഗർ ആയിരിക്കും നെക്സ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രണ്ട് പാറ്റേണും ഇവിടെ ഉണ്ട്. ആരോ ഇൻവേർട്ടഡ് ആകണ്ട് ഔട്ട് സൈഡിലുള്ള സാധനം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എഗെയിൻ ഇതെന്താ ഒരു 90 ഡിഗ്രി എഗെയിൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഷിഫ്റ്റ് വന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫിഗർ എന്തായിരിക്കും? ഈ സാധനം ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയിൽ ഷിഫ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഇത് 3 ക്ലോക്കായിട്ട് നോക്കിയാൽ 3 റെപ്രസെൻറ്റ് ചെയ്യണമല്ലോ. ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഇരിക്കും. ഈ സാധനം, ഈ ആരോ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഒരു പോയിന്റിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനത്തെ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ഓപ്ഷൻസിലും ആ ഒരു രീതിയാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ആരോ എന്ന് പറയുന്ന സാധനം, ആ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ താഴെയാണ് ഇരിക്കുന്നത് എല്ലാ ഫിഗറിലും അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ് കറക്റ്റായിട്ടുള്ള ഫിഗർ. ആദ്യമേ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം? ഈ ബേസിക്കലി ഈ ഓരോ സീരീസിലെ ഓരോ ഫിഗറും എന്താ സംഭവിക്കുന്നത്? ഈ ആരോ ഇൻവേർട്ടഡ് ആകുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലോട്ട് താഴോട്ടാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഫിഗറിൽ മാത്രം എന്താണ്? ഈ ആരോയുടെ സിമ്പിൾ ലെഫ്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ അല്ലാതെ നമുക്ക് അപ്പോൾ തന്നെ റൈറ്റ് അവേ പറയാം. അതായിട്ട് നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ബാക്കിയുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാം താഴോട്ടാണ്. അപ്പോൾ ആരോയുടെ കേസ് എല്ലാം 3 ഓപ്ഷൻസിലും കറക്റ്റാണ്. ആൻഡ് അഗെയിൻ നമ്മൾ സെക്കൻഡ് ചെക്ക് ചെയ്യേണ്ടത് ഈ ആരോയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ആരോ താഴെ വരും. അതായത് ഒരു ക്ലോക്ക് വൈസ് ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും ഈ ആരോ താഴോട്ട് വരും. ആ താഴോട്ട് വന്നത് ഈ ഇതിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മളിത് ക്ലോക്ക് വൈസ് മാത്രമല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഈ ആരോയുടെ ഡയറക്ഷൻ ഇതാണ്. അതുകൊണ്ട് നമുക്കുള്ളത് ഈ രണ്ട് ഫിഗേഴ്സാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കറുത്ത സാധനം, ഈ കറുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഫിഗറിൻ്റെ ഉള്ളിലാണ് വന്നത്. അത് ഈ ഓപ്ഷനിൽ മാത്രമാണ് ആ കറുത്ത ഷെയ്ഡ് ഉള്ളിൽ വന്നുള്ളൂ. ബാക്കിയുള്ള ഈ ഓപ്ഷനിൽ ഇപ്പോൾ ഉള്ളിൽ വൈറ്റ് ഷെയ്ഡാണ് വന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറാണ്. ഇത് 1 2 3 തേർഡ് ഫിഗറാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ 3 ആണ്. അത് പറയണത് ഒരു സീരീസാണ് തന്നേക്കുന്നത്, ഒരു നമ്പർ സീരീസാണ് തന്നേക്കുന്നത്. എഗെയിൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. 7ഉം 16ഉം. ഓക്കെ, അപ്പോൾ 7ഉം 16 നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? 7 × 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. ഓക്കെ, 14 + 2 ആണ് 16 അല്ലേ. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് സെക്കൻഡും തേർഡും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 16 × 2 എന്താണ്? 32 ആണ്. അത് +2 എന്താണ്? 34 ആണ്. അപ്പോൾ നമ്മൾ ആ യൂസ് ചെയ്ത പാറ്റേൺ, അതായത് ഫസ്റ്റ് നമ്പർ × 2 + 2, ആ പാറ്റേൺ നമ്മൾ സെക്കൻഡ് ഇതിലും കണ്ടു, ഇതിലും വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ അഗെയിൻ നമ്മൾ ഇതിലും ജസ്റ്റ് ചെക്ക് ചെയ്യും. 34 × 2 എന്ന് പറഞ്ഞാൽ 68 +2 എന്ന് പറയുമ്പോൾ 70. അഗെയിൻ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സെയിം ലോജിക്ക് ഈ രണ്ട് ബ്ലാങ്ക്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. അപ്പോൾ 70 × 2 എന്ന് പറഞ്ഞാൽ 140 +2 എന്ന് പറഞ്ഞാൽ 142. നമ്മൾ ഈ ഓപ്ഷനിൽ ഇതും വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ബ്ലാങ്ക് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെയും ട്വൈസ് എടുക്കാണ്ട് +2 ആഡ് ചെയ്യണം. ഇതിൻ്റെ ട്വൈസ് എടുക്കുമ്പോൾ എത്ര വരും? 142 × 2 എന്ന് പറയുമ്പോൾ 4 8 284 എന്ന് വരും. +2 എന്ന് പറയുമ്പോൾ 286 വരും. അതായത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിളായിട്ടുള്ള നമ്പർ സീരീസിലെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് സീരീസ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് ബൈ റീപ്ലേസിംഗ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഗിവൺ ഇൻ ദ സീരീസ്. അഗെയിൻ ഇതൊരു ആൽഫബറ്റ് സീരീസ് ആണ് തന്നേക്കുന്നത്. നേരത്തെ നമ്പർ സീരീസ് ആണ്, ആൽഫബറ്റ് സീരീസ് ആണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യും.
എയും സെഡും സിയും എക്സും ഇയും വിയും ഇവിടുത്തെ അറിയില്ല, IR ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ ആൽഫബറ്റ് സീരീസിൽ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റണത് എയും സെഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. അതായത് ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 27 ആണ്. ഓക്കെ, സിയും എക്സും എഗെയിൻ ഓപ്പോസിറ്റ് പെയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഓപ്പോസിറ്റ് പെയർ എന്താണെന്ന്. അതായത് നമ്മൾ ഒരു ആൽഫബറ്റ് സീരീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് 13 നമ്മൾ ഒരു ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് എഴുതും. ആൻഡ് സെക്കൻഡിൽ നമ്മൾ സെക്കൻഡ് 14 ലെറ്റേഴ്സിന് നമ്മൾ അഗെയിൻ അതിൻ്റെ താഴെ എഴുതും. അപ്പോൾ അത് രണ്ട് മാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പോസിറ്റ് പെയേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് നമ്മൾ റൈറ്റ് അവേ നമ്മുടെ ഫിഗർ ടിപ്സിൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. സിയും എക്സും അതും ഓപ്പോസിറ്റ് പെയർ ആണ്. ഇത് സി എന്ന് പറഞ്ഞാൽ 3, ഇത് 24. അപ്പോൾ ഇവരുടെ സം എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് ആ ന്യൂമറിക്കൽ പൊസിഷൻ്റെ സം എന്ന് പറഞ്ഞാൽ 27 ആയിരിക്കും. ഇയും വിയും എഗെയിൻ ഓപ്പോസിറ്റ് പെയർ ആണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ട് വരുന്നത് ജിയും ടിയും മാത്രമേ ഉള്ളൂ. അതായത് ജിയും ടിയും ഓപ്പോസിറ്റ് പെയർ ആണ്, ബാക്കിയൊന്നുമല്ല. അപ്പോൾ ഈ ഓപ്ഷൻസ് അല്ല, ഈ ഓപ്ഷൻസ് അല്ല, ഈ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓക്കെ, അതല്ലാതെ നമുക്കിത് വേറെ രീതിയിലും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് നോക്കിയാൽ മതി, ലെറ്റേഴ്സിൻ്റെ ഷിഫ്റ്റ്. അതായത് എ എന്തായി, സി ആയി, 2 ലെറ്റർ അപ്പുറത്തുള്ള ലെറ്ററായി. സി അഗൈൻ എന്തായി, ഇ ആയി, DE, സെക്കൻഡ് ലെറ്റർ ഫ്രം സി. അപ്പോൾ ഈ ഇവിടെയുള്ളത് എന്തായിരിക്കും, ഇ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെറ്റർ, അതേതാണ്, ജി ആണ് അഗെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കണം, ഓരോ എലമെൻറ്റിലും സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കണം. സെഡ് നോക്കുമ്പോൾ സെഡിൻ്റെ ബാക്കിലുള്ള സെക്കൻഡ് മുൻപിലുള്ള രണ്ട് ലെറ്റർ മുന്നിലുള്ള ലെറ്ററാണ് ഇത് എക്സ് എന്ന് പറഞ്ഞാൽ. എക്സിൻ്റെ 2 ലെറ്റർ ബിഫോറുള്ള ലെറ്ററാണ് എന്ത്, വി. അതുപോലെ തന്നെ വിയുടെ 2 ലെറ്റർ ബാക്കിലുള്ള ഏതാണ്, ടി ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 2 ആണ്. ഇവിടെ GT എന്ന് വരും ഈ ബ്ലാങ്കിൽ, ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പാർട്ടിൽ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഫിഗർ, അതായത് സ്ക്വയർ നമ്പർ, ഈ ഫിഗറിലുള്ള നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യലാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതൊരു കോംപ്ലക്സ്, നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരു ഫിഗർ എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നമ്മൾ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഫിഗർ. അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് നമ്മളിതിൽ നോൺ ആയിട്ടുള്ള പാറ്റേൺസ്, അതായത് സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം, അതായത് ഐഡൻറ്റിഫൈയിങ് സിമിലർ പാറ്റേൺസ്. തേർഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യുക എന്നുള്ളത്, ഇൻഡിവിജ്വലി കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫിഗർ ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ റൈറ്റ് അവേ കാണാൻ പറ്റുന്നുണ്ട് ഈ ഫിഗർ ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. അതായത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ നമ്മളിങ്ങനെ സ്ക്വയേഴ്സ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. 1 2 3 4 കോളംസും 3 റോസും ഉള്ളൊരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇതിലുള്ള എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് നമ്പർ ചെയ്യണം. ഇത് നമ്മൾ റോസ് നമ്പർ ചെയ്യണം 1 2 3 എന്ന് പറഞ്ഞ്, കോളംസ് നമ്മൾ 1 2 3 4 1 2 3 4 3 4 5 ഓക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മളിത് 3 4 ഇതുള്ളതാണ്, 4 കോളംസ് ഉള്ള സാധനമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമുക്കിത് നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ 1 2 3യും നമ്പർ ഓഫ് കോളംസ് പറഞ്ഞാൽ 1 2 3 4 എന്നാണ്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മൾ മുന്നേ പഠിച്ചിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ ആണിത്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് 2 മൾട്ടിപ്പിൾ ചെയ്യണം, 4 × 3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം, പ്ലസ് 3 × 2 നമ്മൾ അഗെയിൻ ചെയ്യണം, 3 × 2 ചെയ്യണം. ഓക്കെ, പ്ലസ് അത് കഴിഞ്ഞിട്ട് 2 × 1 ചെയ്യണം, 2 × 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 1ന് ചെയ്യാനൊന്നുമില്ലല്ലോ, ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് 0 ആയി പോകും. ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്തിട്ടായിരിക്കും, സം കിട്ടണതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദിസ് ഫിഗർ. അതൊരു നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, ഈ ഒരു സാധനത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ്, 12 + 6 + 2. അപ്പോൾ അത് എത്ര, 18 + 2 20. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 20 സ്ക്വയേഴ്സ് ഉണ്ട്, 20 സ്ക്വയേഴ്സ് ഉണ്ട് ഈ ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ.
എഗെയിൻ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സിമിലർ ഫിഗേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഫിഗറും സിമിലർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ, ആ ഒരു ഫിഗറിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അത് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ ഇതും ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. അതായത് ഒരു സ്ക്വയർ അത് നമ്മൾ ഈക്വൽ റോസും ഈക്വൽ കോളംസും ഉള്ള ഒരു ഫിഗറാണിത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുക, എത്ര റോസ് ഉണ്ടെന്ന് മാർക്ക് ചെയ്യുക. 1 and 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 square plus 2 square is equal to 1 plus 4 equal to 5. ഇതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈ ഇതിലുള്ളത്. അങ്ങനത്തെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 2 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അങ്ങനത്തെ എത്ര ഫിഗേഴ്സ് ഉണ്ട്? 2 ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര സച്ച് സ്ക്വയേഴ്സ് ഉണ്ടാവും? 5 into 2, അതായത് 10 സച്ച് സ്ക്വയേഴ്സ് ഉണ്ടാവും ഈ രണ്ട് ഫിഗർ കാരണം. 10 സച്ച് സ്ക്വയേഴ്സ്. അഗൈൻ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ 3 ആണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ പറഞ്ഞില്ല ഇതൊരു സ്റ്റാൻഡേർഡ് ഫിഗർ ആണെന്ന്. അപ്പോൾ ഇത് നമുക്ക് 3 കോളംസും 3 റോസും ഉള്ളൊരു ഫിഗറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ്? 1 2 3. നമ്മൾ ഫസ്റ്റ് റോസ് മാർക്ക് ചെയ്യണം 1 2 3 എന്ന് പറഞ്ഞു. ടോട്ടൽ നമ്പർ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1 square plus 2 square plus 3 square ആണ്. അതായത് 1 plus 4 plus 9 എന്ന് വരും. അതായത് 15 14 എന്ന് വരും. അപ്പോൾ 14 സ്ക്വയേഴ്സ് ഉണ്ട്. ഇപ്പോൾ 3 റോസും 3 കോളംസും ഉള്ള ഫിഗർ ആണെങ്കിൽ അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ച ഒരു മറ്റേ നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ പഠിച്ചു. അഗെയിൻ ഇതൊരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. അഗെയിൻ ലൈക്ക് സെയിം അല്ലാത്ത നമ്പർ ഓഫ് റോസും കോളംസും സെയിം അല്ലാത്തൊരു ഫിഗറാണിത്. അതിൻ്റെയും നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം എക്സാം അറ്റംപ്റ്റിന് മുന്നേ തന്നെ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഗെയിൻ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 30 സ്ക്വയേഴ്സ് നമുക്ക് ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഈ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിനും എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് എടുത്തപ്പോൾ കിട്ടി. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിനെ അഗെയിൻ നമ്മൾ റീജോയിൻ ചെയ്യേണ്ടത് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ജോയിനിങ് കാരണം ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ കൗണ്ട് ചെയ്യാത്ത സ്ക്വയേഴ്സ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിൽ ഇൻക്ലൂഡ് ആവാത്ത സ്ക്വയേഴ്സ് ഉണ്ടോ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ചെയ്തത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് ഇതിൽ ഇൻഡിവിജ്വലായിട്ട് എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. എഗെയിൻ നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എഗെയിൻ ഇവിടെ ഒരു സ്ക്വയർ ഫോം ചെയ്യേണ്ടത്. അതായത് ഈ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ നമ്മൾ കൗണ്ട് ചെയ്യണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പല കേസസ് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും രണ്ടാമത് റീജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫിഗറിന് ഔട്ട്സൈഡ് ജോയിനിങ് ചെയ്യണ കാരണം അവിടെ ഏതെങ്കിലും സ്ക്വയേഴ്സോ അല്ലെങ്കിൽ ട്രയാങ്കിൾസോ ഉണ്ടാവും നോക്കണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് സ്ക്വയേഴ്സാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരും. ആ സ്ക്വയർ ഒന്ന് വന്നു. പിന്നെ അഗെയിൻ ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ ഒന്ന് വന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയുണ്ട്? 32 സ്ക്വയേഴ്സ് നമുക്ക് അപ്പോൾ ഉണ്ടാവും. ഇൻ എഫക്ട് 32 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത സ്റ്റെപ്സ് എന്താണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് നമ്മളെല്ലാം ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ സിമിലർ ഫിഗേഴ്സ് ഉണ്ടോ അതുകൊണ്ട് നമ്മൾ സിമിലർ ഫിഗേഴ്സ് ഉണ്ടോ നോക്കി. എന്നിട്ട് ഇൻഡിവിജ്വലി അതിൻ്റെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയെന്നത് കണ്ടുപിടിച്ചു. എന്നിട്ട് അഗെയിൻ നമ്മളത് ആ ജോയിനിങ്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ പ്ലേസിൽ ഒരു നമ്മൾ ഇത് രണ്ടിലും ഈ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിൽ ഇൻക്ലൂഡ് ആയ സ്ക്വയേഴ്സ് ഉണ്ടായോ, ആ ജോയിനിങ് കാരണം ഉണ്ടായോ നോക്കണം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഫിഗറാണ് അത് ആ കറസ്പോണ്ടിങ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻഡിവിജ്വലി വേറെ സ്ക്വയേഴ്സും ഈ ഫിഗേഴ്സിലുണ്ടോ നോക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സിൻ്റെ ഔട്ട് സൈഡ്. അപ്പോൾ അത് ഇവിടെയുണ്ട്. അപ്പോൾ മൊത്തം 32 സ്ക്വയേഴ്സ് വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സച്ച് പാറ്റേൺസ് എപ്പോഴും ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ലോജിക്ക് നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാനാണ്. അഗെയിൻ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിക്കിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വീഡിയോസും ചെയ്യുന്നതാണ്. Okay, now sixth question നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പർ ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ഷെയർഡ് ബൈ ദി ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ ഇത് അനാലജി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അനാലജി ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു നമ്പറിനെ ഈ ഒരു നമ്പറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ റിലേഷൻഷിപ്പ് ആ സെയിം റിലേഷൻഷിപ്പുള്ള ഇത് ഓപ്ഷൻസ് ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 34 എന്ന് പറയുന്ന നമ്പറാണ്.
അതിനൊരു വലിയ നമ്പറായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് എന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ലോജിക് ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്ക്വയർ ഉള്ള അങ്ങനത്തെ ലോജിക് ആയിരിക്കും. അഡീഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ ഡിവിഷനോ ഒന്നും വരില്ല. അപ്പോൾ ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കും, പിന്നെ സ്ക്വയർ ആണോ നോക്കും, പിന്നെ ക്യൂബ് ലോജിക്സ് ആണോ നോക്കും. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് നോക്കാം. അപ്പോൾ 34 അല്ലേ, 34 210 എന്ന് പറയുമ്പോൾ 7 ആണെങ്കിൽ 210 പ്ലസ് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും 34. നമുക്ക് 34നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 180. 34 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 180 പ്ലസ് 24 വരും. അതായത് നമുക്ക് 204 എന്ന് വരും. ഓക്കെ, 204 എന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലായത് ഓക്കെ ഏതാണ്ട് 210ൻ്റെ അടുത്താണ്. ഒരു +6 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, 210 ആണ്. അപ്പോൾ നമുക്ക് ഈ സെയിം ലോജിക്ക്, അതായത് നമുക്ക് 6 ടൈംസ് എടുക്കാം, എന്നിട്ട് ഒരു +6 ആഡ് ചെയ്യാം. ആ ഒരു ലോജിക്കാണോ എവിടെയെങ്കിലും ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടോ നോക്കാം. ആ ലോജിക്ക് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 47 ഇൻറ്റു 6 ഫസ്റ്റ് ചെയ്യണം. ഇൻറ്റു 6 അതെത്ര വരും? ഓക്കെ, 47 ഇൻറ്റു 6 ചെയ്യാം. അതായത് 240 പ്ലസ് 42 വരും. അതായത് 282 എന്ന് വരും. ഓക്കെ, അത് എക്സാക്ട്ലി ഈ നമ്പർ തന്നെയാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ ലോജിക് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 6 പ്ലസ് 6 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അതല്ലായിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ലോജിക്ക് ഫോളോ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ആ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അഗെയിൻ നോക്കാം. 66 ഇൻറ്റു 6 പ്ലസ് ഫസ്റ്റ് ചെയ്യാം. 66 ഇൻറ്റു 6 എത്രയാണ്? 360 പ്ലസ് 36, അതായത് 396 എന്ന് വന്നു. 396 പ്ലസ് 6 ആണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ്. അത് 402 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ റൈറ്റ് അവേ നമുക്ക് ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസറിന് കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓപ്ഷൻ 2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനാലജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അഗെയിൻ പോകാം. അതായത് സെവൻത് ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഒരു സർട്ടൺ കോഡ് ലാംഗ്വേജിൽ ലോക്കർ ഇസ് റിട്ടൺ ആസ് ഒരു കോഡ് വേർഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഹൗ വിൽ ഗ്ലോബൽ ബി റിട്ടൺ ആസ് ഇൻ ദ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോക്കറും OLX PVT തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. അത് നമ്മൾ റൈറ്റ് അവേ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ന്യൂമറിക്കൽ പൊസിഷൻസ് എഴുതലാണ്, ബോത്ത് വേർഡിൻ്റെയും കോഡിൻ്റെയും. നമുക്ക് ഫസ്റ്റ് ലോക്കർ എന്നുള്ള കാര്യം എഴുതാം. ലോക്കർ, ഓക്കെ, ലോക്കർ എഴുതി എൻ്റെ കറസ്പോണ്ടിങ് കോഡ് എഴുതാം. Lൻ്റെ എന്താ 12 ആണ്. ഓക്കെ, അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യണമായിരുന്നു. ആക്ച്വലി ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലോക്കറും ഈ കോഡ് വേർഡും തമ്മിൽ ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെയും, അതായത് ലെറ്റേഴ്സ് തമ്മിൽ നമുക്ക് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ബിഫോർ ലൈക്ക് നമ്മൾ നമ്പർ സെറ്റ്സ് എഴുതണതിന് മുന്നേ, അതായത് ന്യൂമറിക്കൽ പൊസിഷൻസിൻ്റെ വെച്ച് മാനിപ്പുലേഷൻ ചെയ്യണതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ നമുക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ വേർഡ് എന്താണ്? ലോക്കറാണ് നമ്മുടെ വേർഡ് അല്ലേ, ലോക്കർ. നമ്മുടെ കോഡ് എന്താണ്? OLX PVT ആണ് നമ്മുടെ കോഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലും ഓയും നോക്കിയപ്പോൾ എന്ത് വന്നു? ഓക്കെ, ഓപ്പോസിറ്റ് പെയർ ആണ്. എഗെയിൻ ഓയും വിയും നോക്കിയപ്പോൾ എഗെയിൻ ഓപ്പോസിറ്റ് പെയർ ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തോ ഡിസ്കസ് ചെയ്യില്ലേ ഓപ്പോസിറ്റ് പെയറിനെ കുറിച്ച്. അതായത് നമ്മൾ ഇതിൻ്റെ സം എടുത്താൽ നമുക്ക് 27 കിട്ടും. നമ്പർ പൊസിഷൻ്റെ സം എടുത്താൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഓപ്പോസിറ്റ് പെയർ എന്നുള്ളത്. സിയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് X, കെയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് P, ഇയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് V, ആറിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് ആറിൻ്റെ ഓപ്പോസിറ്റ് പെയർ T അല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇത് ഷുഡ് ബി I, അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ ഓപ്പോസിറ്റ് പെയർ ആണ് I. അപ്പോൾ റൈറ്റ് അവേ നമുക്ക് പറയാൻ പറ്റും ഇതൊരു വാലിഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് ഗ്ലോബല് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എഗെയിൻ അതിന് മുന്നേ നമുക്ക് ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് പഠിക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് നോക്കാം. എയുടെ ഓപ്പോസിറ്റ് പെയർ Z തന്നെയാണ്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് 13 ലെറ്റേഴ്സിനെ മുകളിൽ എഴുതി, നെക്സ്റ്റ് 13 ലെറ്റേഴ്സിനെ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ താഴോട്ട് എഴുതി. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്ററും Z എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെറ്ററുമാണ്. അത് തമ്മിലുള്ള അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ് അവേ പറയാമല്ലോ, അതിന് പ്രത്യേകിച്ച് ട്രിക്ക് അറിയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ബിയും വൈയും ഓപ്പോസിറ്റ് പെയേഴ്സ് ആണോ നോക്കണം. ഓക്കെ, ബിയും വൈയും ഓപ്പോസിറ്റ് പെയർ ആകണമെങ്കിൽ ഓപ്പോസിറ്റ് പെയർ ആണ് ഇവർ തമ്മിൽ. അത് 2ഉം ഇത് 25 ആണ്. സമ്മ് 27 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയർ പഠിക്കാനായിട്ട് നമ്മൾ ഓർത്തേക്കേണ്ട കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ബായ് എന്ന് പറഞ്ഞൊരു കോഡ് വേർഡാണ്. അത് വെച്ച് നമുക്ക് ബിയും വൈയും ഓപ്പോസിറ്റ് പെയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബി കഴിഞ്ഞിട്ട് C ആണ്. സിയും Xും ഓപ്പോസിറ്റ് പെയർ ആണോ നോക്കണം.
അതിന് നമ്മൾ എന്ത് ചെയ്യും, സി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞ വാക്കില്ലേ അത്, ക്രിസ്മസിന് നമ്മൾ എക്സ്മസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് സിയും എക്സ് എന്ന് പറഞ്ഞ പേര് റൈറ്റ് അവേ അങ്ങനെ ഓർത്ത് നിൽക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒരു ആൽഫബറ്റിലുള്ള എല്ലാം നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ഡി ആണ് വരുന്നത്, ഡിയും ഡബ്ല്യുവും. ഡിയും ഡബ്ല്യു ആണ് നെക്സ്റ്റ് ഓപ്പോസിറ്റ് പെയർ. ഡിയുടെ ഓപ്പോസിറ്റ് പെയറാണ് ഡബ്ല്യു. അത് നമ്മൾ ഡോറ്, വിൻഡോ, ആ ഒരു പെയർ വെച്ച് നമുക്ക് ഡിയും ഡബ്ല്യു ഓർത്ത് വെക്കണം. കാരണം റിലേറ്റബിൾ ആയിട്ടുള്ള വേർഡ്സ് അല്ലേ ഡോറും വിൻഡോവും, വാതിലും ജനാലയും. അപ്പോൾ അതിൽ നമുക്ക് ഡോറും വിൻഡോവും നമുക്ക് ഡിയും ഡബ്ല്യുവും വെക്കാം. ഡി കഴിഞ്ഞിട്ട് വന്ന ലെറ്റർ ഏതാണ്, ഇ ആണ്. ഇയും വിയും. ഇയും വിയും നമുക്ക് എങ്ങനെ, ഈവനിങ്, ഈവനിങ് എന്ന് പറഞ്ഞ വാക്കില്ലേ അതിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും, ഈവനിങ്. അപ്പോൾ ഇയും വിയും അവിടെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് രണ്ട് വേർഡ് ഉണ്ട്, എം ടി, വേക്കൻറ്റ്. രണ്ടും സെയിം മീനിങ് ഉള്ള രണ്ട് വാക്കുകളാണ്, എം ടിയും വേക്കൻറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇയും വിയും ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഈ ഞാൻ പറഞ്ഞ എല്ലാ ഓപ്പോസിറ്റ് പെയറിനും കറസ്പോണ്ടിങ് എന്തെങ്കിലും ഒരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു വാക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ പെയേഴ്സ് ഓർത്ത് വെക്കണം. അഗെയിൻ നമുക്ക് എഫും യുവും കൂടി നോക്കാം. എഫും യുവും പറയുമ്പോൾ എന്ത് വരും, എഫ് യു, അതായത് ഫൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് നമുക്ക് അത് ഓർത്ത് വെക്കാം, ഫൺ. അഗെയിൻ എഫ് ജി കഴിഞ്ഞിട്ടാണെങ്കിലോ, ജി ആണെങ്കിൽ ടി, ജിയുടെ ഓപ്പോസിറ്റ് പെയറാണ് ടി. അത് നമ്മൾ ഗോട്ട് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്ത്, ആടില്ലേ, ആടിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ, ഗോട്ട്, അത് വെച്ച് നമുക്ക് ഓർത്ത് നോക്കാം. പിന്നെ ജി ടി റോഡ് നമ്മൾ ജി കെയിലൊക്കെ എവിടെ പഠിച്ചിട്ടില്ലേ, അത് വെച്ച് നമുക്ക് പറയാം. അതല്ലാതെ നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ വാക്ക്, കൊടുക്കുക വാങ്ങുക എന്നുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള പെയറാണല്ലോ ഗിവ് ആൻഡ് ടേക്ക്, അത് വെച്ച് നമുക്ക് ജിയും ടിയും ഓർത്ത് വെക്കാം. പിന്നെ ഏതാണ് ജി, അടുത്ത പെയർ നമുക്ക് നോക്കാം. ജി കഴിഞ്ഞിട്ട് പിന്നെ ലെറ്റർ ഏതാണ്, ജി എച്ച് അല്ലേ, എച്ച്. എച്ച് എസും റിലേറ്റഡ് ആണ്. ഓക്കെ, എച്ച് എസ് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഹൈ സ്കൂൾ അല്ലേ, ഹൈ സ്കൂൾ. ആ ഒരു ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ഹൈയുടെ എച്ചും എസിൻ്റെ സ്കൂളിൻ്റെ എസും കൂടി റിലേറ്റ് ചെയ്ത് ഹൈ സ്കൂൾ നമുക്ക് ഓർത്ത് നോക്കാൻ. അതുപോലെ തന്നെ എച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഐ. ഐയുടെ റിലേഷൻ ഓപ്പോസിറ്റ് പെയർ ഏതാ, ആറാണ്. അത് നമുക്ക് എങ്ങനെ, ഐ ആർ റേഡിയേഷൻ എന്ന് കേട്ടിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐയും ആറും ഓപ്പോസിറ്റ് പെയറാന്ന് നമുക്ക് ഓർത്ത് വെക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് എന്താ ഇന്ത്യൻ റെയിൽവേസ്, അപ്പോൾ ഇന്ത്യൻ ഐ, റെയിൽവേസിൻ്റെ ആറ്, അങ്ങനെ നമുക്ക് ഐ ആർ ഓർത്ത് വെക്കാം. അഗെയിൻ അതുപോലെ നമുക്ക് എല്ലാ പെയേഴ്സിനും കറസ്പോണ്ടിങ് ഒരു കോഡ് വേർഡ് ഉണ്ടാക്കി അത് ഓർത്ത് വെക്കണം, നല്ലതായിരിക്കും. ഐ കഴിഞ്ഞിട്ട് വരുന്നത് എച്ച് ഐ ജെ ആണ്. ജെ എന്ന് പറയുമ്പോൾ ക്യൂ ആണ് വരുന്നത്. അപ്പോൾ ജാക്കും ക്വീനും, ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ നമുക്ക് ജാക്കും ക്വീനും ഉണ്ട് അല്ലേ, അതിൽ നിന്ന് നമുക്ക് ജെയും ക്യൂവും ഓർത്ത് വെക്കാം. അതിനിടെ ജെ കഴിഞ്ഞിട്ട് വരുന്നത് കെ ആണ്. കെയുടെ ഓപ്പോസിറ്റ് പെയർ പി ആണ്. നമുക്ക് ഇങ്ങനെ കേരള പോലീസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് നമുക്ക് ആ പെയറും കെയും പിയും നമുക്ക് ഓർത്ത് വെക്കാം. അഗെയിൻ പിന്നെ കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കെയും പിയും വെച്ച് അറിയാവുന്ന ആരെങ്കിലും, ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫോമിൽ ആൾക്കാരെയൊക്കെ വിളിക്കില്ലേ, ആ അത് വെച്ച് നമുക്ക് കെയും പിയും ഓപ്പോസിറ്റ് പെയറാ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് ജെ കെ എൽ, എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ ഏതാ, ഒ ആണ്. അത് നമ്മൾ ലവ് എന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൽ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് എന്താണ്, എൽ ഒ വി ആണ്. അത് വെച്ച് നമുക്ക് ഇത് ഓർത്ത് വെക്കാം. എഗെയിൻ ഈ ലവ് എന്ന് പറഞ്ഞ വാക്കിൽ ഇയും വിയും ഉണ്ട്, വിച്ച് ആർ ഓൾസോ ഓപ്പോസിറ്റ് പെയർസ്. അപ്പോൾ അതിൽ നമുക്ക് ഇയും വിയും ഓർത്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എൽ എൽ എം ആണ്. എമ്മിൻ്റെ ഓപ്പോസിറ്റ് പെയർ എൻ ആണ്. അത് നമ്മൾ നെക്സ്റ്റ് അടുത്തടുത്തുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്കത് റൈറ്റ് വേ, ബാക്കിയുള്ള ലെറ്റർ ഏതാണ്, എം എന്നും മാത്രം ബാക്കിയുള്ളൂ. അത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന വേർഡ്സാണ്, ലെറ്റേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് റൈറ്റ് അവേ ഓർത്ത് വെക്കാമെന്നുള്ളൂ. അപ്പോൾ എല്ലാം പെയേഴ്സും ബൈനാവും നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളൊരു പരുവത്തിലായെന്ന് വിശ്വസിക്കുന്നു. അഗെയിൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പിന്നെ അഗെയിൻ എനിക്ക് റൈറ്റ് അവേ പറയാൻ പറ്റി, എല്ലാം ലെറ്റേഴ്സിലും അതായിരുന്നു. നിങ്ങൾ പ്രിൻറ്റിങ് എറർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ടി അല്ല ഐ ആണ് ക്വസ്റ്റ്യനിൽ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനനുസരിച്ച് ഈ സെയിം ലോജിക്ക്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല, ഈ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഗ്ലോബൽ നമുക്ക് ചെയ്യാം. ഗ്ലോബലിൻ്റെ കറസ്പോണ്ടിങ് കോഡ് മേടിക്കും, ഗ്ലോബൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് പെയേഴ്സ് അല്ല എല്ലായിടത്തും വന്നേക്കണത്. അതെ, അപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാ, ടി ആണ്. ഗിവ് ആൻഡ് ടേക്ക്, ഗോട്ട്, ആ വാക്കുകളിൽ നിന്ന് നമ്മൾ ഇതാക്കിയതാണ്. എല്ലിൻ്റെ ഓപ്പോസിറ്റ് പെയർ എത്ര, ഒ ആണ്. ഒയുടെ ഓപ്പോസിറ്റ് പെയർ എന്താ, എൽ ആണ്, അതായത് ലവ് എന്ന് പറഞ്ഞ വാക്ക്. ബിയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്, വൈ ആണ്. ഓക്കെ, വൈ, ബായ് എന്ന് പറഞ്ഞ വാക്കിന്ന്. എയുടെ ഓപ്പോസിറ്റ് പെയർ സെഡ് ആണ്. എല്ലിൻ്റെ അഗെയിൻ ഒ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോഡ്, TOLYZ. ഓക്കെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് സ്വയം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബൈ യുവർ സെൽഫ് കിട്ടുവാണെങ്കിൽ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് സെലക്ട് ദ ഓപ്ഷൻസ് ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഗിവൻ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ സെറ്റ് ഉണ്ട്, ഈ സംഭവം ഇതിലെല്ലാ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ആ സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന വേറെ ലെറ്റർ കണ്ടുപിടിക്കാനാണ് പറയണത്. ഓക്കെ, അപ്പോൾ അല്ല, വേറെ ഓപ്ഷൻസിലുള്ള വേറെ സെറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ എഗെയിൻ നമ്മൾ നോക്കാം 5ഉം 6ഉം ചെറിയ നമ്പേഴ്സാണ്, അത് റിലേറ്റ് ചെയ്തേക്കുന്നത് 61 ആണ്. അപ്പോൾ നമ്മൾ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ലോജിക്കോ സ്ക്വയർ ലോജിക്കോ ക്യൂബ് ലോജിക്കോ ആയിരിക്കും. പ്ലസ് വരില്ല, മൈനസ് വരില്ല, ഡിവിഷൻ വരില്ല. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ 5ഉം 6ഉം അല്ലേ, 5ഉം 6ഉം ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് 5ഉം 6ഉം എത്ര 30 ആണ്, അത് വരില്ല. അതിനെ നമ്മൾ 61 ആയിട്ട് റിലേറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയർ ലോജിക്കും എടുത്ത് നോക്കാം. 5യുടെ സ്ക്വയർ എത്ര 25 ആണ്, 6ൻ്റെ സ്ക്വയർ എത്ര 36 ആണ്. ഇത് ആഡ് ചെയ്ത് നോക്കാം. എത്രയാ 1 വന്നു 3 വന്നു 61 വന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് അവേ നമുക്ക് കിട്ടി. സ്ക്വയർ ലോജിക്കിൽ രണ്ടിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് റൈറ്റ് അവേ 61 കിട്ടി. അപ്പോൾ നമ്മുടെ ലോജിക്ക് ഇതായിരിക്കും. ആ ലോജിക്ക് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ 3ഉം 8ൻ്റെ കേസിൽ നോക്കാം. 3 എന്ന് പറയുമ്പോൾ 9 വരും, 8ൻ്റെ സ്ക്വയർ 6. അപ്പോൾ റൈറ്റ് അവേ നമുക്ക് അത് ക്യാൻസൽ ചെയ്തല്ലായിരിക്കും എന്ന് പറയാം. പിന്നെ 9ഉം 4ഉം നോക്കാം. 9ഉം 4ഉം നോക്കുമ്പോൾ എഗെയിൻ ഇത് ഒരു ചെറിയ നമ്പർ ആണല്ലോ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5ഉം 4ഉം 5ഉം 2ഉം നോക്കാം. എഗെയിൻ എന്താണ് 25 + 4 വരുള്ളൂ, അപ്പോൾ ഇതുമല്ല. ഫോർത്ത് ഓപ്ഷൻ നോക്കാം, 3ഉം 4ഉം. അപ്പോൾ നമുക്കത് റൈറ്റ് അവേ പറയാമല്ലോ, 3 4 5. ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. 3 എന്ന് പറയുന്നത് 9, 4 എന്ന് പറയുന്നത് 16, 9 + 16 25. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് അവേ ലോജിക്ക് എന്താണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇവൻ അസ്യൂം ചെയ്യണമല്ലോ, ഒരു പാർട്ടിക്കൽ ലോജിക്കാന്ന് അസ്യൂം ചെയ്യണതിന് മുന്നേ തന്നെ നമുക്ക് റൈറ്റ് അവേ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെറ്റുകളുണ്ടല്ലോ, അതായത് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കൽ, ഓഡ് വൺ ഔട്ട്, കോഡിങ് ഡീകോഡിങ്, അതിൻ്റെ കുറേ പാറ്റേൺസ് നമ്മൾ ഫെമിലറൈസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റൈറ്റ് അവേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇവൻ മിസ്സിംഗ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പിന്നെ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഡിങ് ഡീകോഡിങ് ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കുറേ ഫെമിലിയർ ആയിരിക്കണം. ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഫോൾഡിങ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ സിലോഗിസം തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് കേസസ് ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് നമ്മളിങ്ങനെ പാറ്റേൺസ് കുറേ, ഇപ്പോൾ നമ്പർ സീരീസ്, ഫിഗർ സീരീസ് നമ്മൾ ഇത്തിരി ലോജിക്സ് ഒക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ്, കോഡിങ് ഡീകോഡിങ്, പിന്നെ അനാലജി, നമ്പർ അനാലജി, ആൽഫബറ്റിക് അനാലജി, പിന്നെ ഈ സച്ച് റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കേണ്ട അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കുറേ ചെയ്യണം. കുറേ പാറ്റേൺസ്, കുറേ ടൈപ്സ് ചെയ്താലാണ് പിന്നെ നമുക്ക് റൈറ്റ് അവേ പാറ്റേൺസ് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സാധനം മിറർ ഇമേജ് വരുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വട്ടമില്ലേ, അതായത് വൈറ്റ് കളേർഡ് മറ്റേ സർക്കിൾ, അത് റൈറ്റ് സൈഡിൽ വന്ന ഫിഗർ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ റൈറ്റിൽ വന്നത്. അതായത് നമ്മുടെ ഈ സംഭവത്തിൻ്റെ ലെഫ്റ്റിലുള്ള സാധനം മിറർ എടുക്കുമ്പോഴത്തേക്കും അത് റൈറ്റിൽ വരും. അതായത് ഈ ഒരു പാർട്ടായിരിക്കും മിറർ ഇമേജിൽ അടുത്ത് വന്നത് അല്ലേ, ഇങ്ങനെ ആയിരിക്കും അടുത്തായിരിക്കും വന്നത്. ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റൈറ്റിലുള്ള സാധനം ലെഫ്റ്റിലുള്ള സാധനം ദൂരെയുള്ള സാധനം ഇവിടെ ദൂരെ വരും, അത് റൈറ്റിലുമായി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആണ് നമുക്ക് റൈറ്റ് അവേ പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, എഗെയിൻ ക്വസ്റ്റ്യൻ ഫോൾഡിങ് ഫിഗേഴ്സിൻ്റെ ആണ്. അതായത് ഇത് സംഭവമുണ്ട്, അത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഇവിടെ നമ്മൾ പഞ്ച് ചെയ്തു, ഇവിടെ ഹോൾസ് നമ്മൾ വരുത്തി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഒരു ട്രിക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്, ഇവിടെ ഒരു മിറർ വെച്ചാലുള്ള ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സാധനം ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരും, ഇത് ഇവിടെ തന്നെ വരും. അപ്പോൾ നമ്മുടെ നമുക്ക് ആ പാട്ട് മാത്രം നോക്കാം എല്ലാം ക്വസ്റ്റ്യൻ്റെയും. അപ്പോൾ നോക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതെല്ലാം ഓപ്ഷൻ നമുക്ക് റൈറ്റ് അവേ പറയാം, കാരണം ഈ ഒരു ട്രയാങ്കിൾ താഴോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ ഈ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. പക്ഷേ ഈ 3 ഓപ്ഷൻസിൽ ഇത് സെയിം ആണ്, ഈ പാട്ട് സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ മിറർ ഇമേജ് ആണോ ഇവിടെ നോക്കാം. അപ്പോൾ അല്ല,
കാരണം ഇത് പോയിന്റഡ് എൻഡ് എന്താ ഇതിൻ്റെ മിറർ ഇമേജ് നമ്മളിവിടെ ഒരു മിറർ വെച്ചാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വന്നത്. പക്ഷേ ഇതിങ്ങനെ തന്നെ ആയിരിക്കും, ഇത് താഴോട്ടായിരിക്കും. അപ്പോൾ താഴോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളുള്ള എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അത് ഇവിടെയാണ്, ഇവിടെയും ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ ആൻസർ. അഗെയിൻ അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് അവേ നമുക്കിത് അൺഫോൾഡ് ചെയ്യപ്പോൾ എങ്ങനെ വരുമെന്ന് നമ്മുടെ ഒരു കോമൺ സെൻസിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആ മിറർ ഇമേജിൻ്റെ ആ ഒരു ട്രിക്ക് ഹെൽപ്ഫുൾ ആവും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് റൈറ്റ് അവേ പറയാം, അൺഫോൾഡ് ചെയ്യണത് നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്ലസ് മീൻസ് ഡിവൈഡ്. ഇവിടെ ഡിവൈഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഡിവൈഡ് മീൻസ് ആഡ് ആൻഡ് ഇൻറ്റു മീൻസ് മൈനസ് ആൻഡ് ഓക്കെ സോറി ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇഫ് പ്ലസ് മീൻസ് ഡിവൈഡ് ആൻഡ് ഇവിടെ മൈനസ് ആണ്, മൈനസ് മീൻസ് ആഡ് ആൻഡ് ഇൻറ്റു മീൻസ് മൈനസ് ആൻഡ് ഇവിടെ ഡിവൈഡ് ആണ് വരുന്നത്. ഡിവൈഡ് മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻറ്റുക്ക് പകരം എന്ത് എഴുതണം? ഇൻറ്റുക്ക് പകരം മൈനസ് ഇടണം. മൈനസിന് പകരം മൈനസ് മീൻസ് ആഡ്, ഇതിന് പകരം ആഡ് എഴുതണം. ഡിവൈഡിന് പകരം മൾട്ടിപ്ലൈഡ് എന്ന് എഴുതണം. പ്ലസ്സിന് പകരം ഡിവൈഡ് എന്ന് എഴുതണം. പിന്നെ മൈനസിന് പകരം അഗെയിൻ ആഡ് എന്ന് എഴുതണം. പിന്നെ ഡിവൈഡിന് പകരം നമ്മൾ അഗെയിൻ മൾട്ടിപ്ലൈഡ് എന്ന് എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ മറ്റേ ബോർഡ് മാസ് തന്നെ ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ പരാന്തസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഫസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഡിവൈഡ് ചെയ്യണമായിട്ട് ഇൻറ്റു ചെയ്യണമായിട്ട് ആ ഒരു നോർമലി നമ്മൾ മാത്സ് ചെയ്യില്ല, ആ സെയിം ഇത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അപ്പോൾ ഈ ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ 32 മൈനസ് 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 വരും. ഇതൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇടാം, മൈനസ്. അതിൻ്റെ പുറത്തൊരു കേളി ബ്രാക്കറ്റ് ഉണ്ട്. എന്നിട്ട് മൈനസ് ചെയ്ത് ഇത് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു വരും. മൈനസ് എന്ന് പറഞ്ഞത് പ്ലസ് ആയി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എത്ര? 12 എന്ന് വരും. സോറി, കാരണം ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു വന്നു, അപ്പോൾ 12 വന്നു. എന്നിട്ട് ഇവിടെ കേളി ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടി. അപ്പോൾ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 20 എന്ന് കിട്ടി. അതായത് ഇത്രയും പാർട്ട് നമ്മൾ ചെയ്ത് 20 എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ പ്ലസ്സിന് പകരം 20, എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് 20 ഡിവൈഡഡ് ബൈ ആണ് വന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു? ഈ ഒരു പാർട്ട് എന്ത് വന്നു? 1 വന്നു, മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ 5 വന്നു. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വന്നു. അത് അഗെയിൻ ഒരു ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ നമ്മൾ ഇത് ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 വരും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ സിമ്പിൾസ് വേറെ രീതിയിലാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ പ്ലസ്സിനെ ഡിവൈഡ് എന്ന് ചെയ്തു, അങ്ങനെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആ കറസ്പോണ്ടിങ് സിമ്പിളായിട്ട് ആ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് നമ്മൾ സാധാ സിമ്പിൾസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സാധാ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യില്ലേ, ഐ മീൻ ഇങ്ങനത്തെ ഒരു ബോർഡ് മാസ് യൂസ് ചെയ്ത് ചെയ്യില്ല. അതായത് പാരാന്തസിസ് ഫസ്റ്റ് സോൾവ് ചെയ്യുക, പിന്നെ ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ആ സെയിം ബേസിസിൽ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ റൈറ്റ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് 12 ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ എഗെയിൻ കോഡിങ് ഡീകോഡിങ്ങിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. ആദ്യമേ നമ്മൾ ആ ഓപ്പോസിറ്റ് പെയറിൻ്റെ ചെയ്തു. അപ്പോൾ നമ്മൾ വേർട്ട് നമ്പർ കോഡിംഗ് എന്നുള്ള ആ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യണം. ഹിയർ NIB is coded as 112, COB is coded as 122, how will Z be coded as in the language? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് NIBയുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ പറയുന്നത് NIBയും 112ഉം റിലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് NIBയുടെ കറസ്പോണ്ടിങ് നമ്പർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതാം, എന്നിട്ട് സം എടുക്കാം, എന്നിട്ട് അതിനെ നമ്മൾ സംഭവം 112 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്തു NIB എടുക്കണം. NIBയുടെ നമ്പർ എന്താണ്? 14 വന്നു, ഇത് 9 വന്നു, ഇത് 2 വന്നു അല്ലേ. നമ്മൾ സം എടുക്കുമ്പോൾ എത്ര? 16 വന്നു, 25 എന്ന് വന്നു, 25ഉം 112 നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കണം. ഇൻറ്റു 4 ചെയ്യണം, 100 വന്നു, പ്ലസ് 12 എന്ന് വന്നു. ഈ സെയിം ലോജിക്കാണ് നമ്മൾ അടുത്ത് തന്നേക്കുന്ന പാറ്റേൺ. COBക്കും വർക്കൗട്ട് ആവേണ്ടത് നോക്കണം. COBയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 വന്നു, 15 വന്നു, 2 വന്നു, അപ്പോൾ എത്ര? 20 വന്നു അല്ലേ സം ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ സമ്മിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണ ആ ഒരു ലോജിക്കില്ലേ, അതല്ല ഇവിടെ വർക്കൗട്ട് ആവണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റൈറ്റ് അവേ പിന്നെ നമുക്ക് NIBനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്താണ്? റിവേഴ്സ് പ്ലേസ് വാല്യൂസ് ആണ്. NIBയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ, അതായത് നമ്മൾ ആ ലെഫ്റ്റ് റൈറ്റ് എന്ന് നമ്മൾ ആൽഫബറ്റിക് സീരീസിന് നമ്പർ ചെയ്യപ്പോഴാണ് നമ്മുടെ പ്ലേസ് വാല്യൂ വരുന്നത്. നമ്മൾ നമ്പറിങ് Z നിന്നാണ് തുടങ്ങിയത്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അതായത് Z-ന് 1 കൊടുത്തു,
വൈക്ക് നമ്മൾ 2 കൊടുത്തു, എക്സിന് നമ്മൾ 3 കൊടുത്തു, അങ്ങനെ നമ്മൾ എക്ക് 1 എടുത്തു. അങ്ങനെ റൈറ്റിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂസ് അറിയണം. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂസിൽ ഇത് വർക്കൗട്ട് ആയില്ല, ഡയറക്റ്റ്ലി പെട്ടെന്ന് റിലേഷൻഷിപ്പ് നമുക്ക് 2 എക്സാമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് അവേ നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എടുക്കണം. അപ്പോൾ എന്നിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണം. അത് എത്രയാണ്? ആ നമ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ ഓപ്പോസിറ്റ് പെയറിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ആയിരിക്കും. എന്നിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്നിട്ടാണ് 13 ആണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 13 ആണ്. എന്നിൻ്റെ ഓപ്പോസിറ്റ് പെയർ എം ആണ്, എമ്മിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 13 ആണ്. ഐയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? 6 ആണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 18 ആണ്. അപ്പോൾ ഐയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 18 ആയിരിക്കും. ബിയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? വൈ ആണ്. വൈയുടെ പൊസിഷൻ എന്താണ്? 25 ആണ്. അതായിരിക്കും എന്ത്? ബിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ. അപ്പോൾ 25 തൊട്ട് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കണം. 13 + 18 എന്ന് പറയുമ്പോൾ 21, 31 വന്നു. 31 + 25 എന്ന് പറയുമ്പോൾ 36, 56 വന്നു. ഓക്കെ, നമുക്കിവിടെ 56 ആണ്. 56 നോക്കിയപ്പോൾ അത് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത് 112ലോട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. 56 × 2 എത്ര ചെയ്തു? 2 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 100 + 12 112 എന്ന് കിട്ടി. ഇപ്പോൾ റൈറ്റ് അവേ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലായില്ല. അത് എഗെയിൻ നമ്മൾ COBയിൽ വർക്കൗട്ട് ആവേണ്ടോ നോക്കണം. അപ്പോൾ COBയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതണം. അപ്പോൾ സിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താ? എക്സ് ആണ്. എക്സിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എത്ര? 24. അതായിരിക്കും അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ. ഓയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? എൽ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 12 ആണ്. ബിയുടെ എന്തായിരിക്കും? 25 ആയിരിക്കും. അപ്പോൾ അഗെയിൻ ഇതിൻ്റെ സം എടുക്കണം. 24 + 12 എത്രയാണ്? 36 ആണ്. 36 നമ്മൾ 25 ചെയ്തപ്പോൾ 41 വരും. 41 + 20 എത്ര? 61 ആണ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ സമ്സ് എന്ന് പറഞ്ഞാൽ 61 ആണ്. 61ൻ്റെ ട്വൈസ് എടുത്താലോ? അതായത് നമുക്ക് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 122 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടുപിടിച്ച ലോജിക്ക്, അത് റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ സമ്മിൻ്റെ എന്തോ മാനിപ്പുലേഷൻ ആണ് നമ്മുടെ കോഡ് എന്നുള്ളത് നമുക്ക് വാലിഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ സെയിം ലോജിക്ക് നമുക്ക് ജെറ്റിൽ അപ്ലൈ ചെയ്യാം. ജെറ്റിൽ അപ്ലൈ ചെയ്യപ്പോൾ എന്ത് വരും? ജെറ്റിൽ അപ്ലൈ ചെയ്യപ്പോൾ ജെയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? ക്യൂ ആണ്. ജാക്ക് ആൻഡ് ക്വീൻ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ അത് 17 ആണ് അതിൻ്റെ നമ്പർ. ഈയുടെ എന്താണ്? വി ആണ്. അതായത് ഈവനിങ്, വീക്കെൻഡ്. അതിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 22 ആണ്. ടിയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? ഗിവ് ആൻഡ് ടേക്ക്, ഗോട്ട്. അതിൽ നിന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ജി ആണ്. ജിയുടെ നമ്പർ എന്താ? 7 ആണ്. അതായിരിക്കും ടിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് നമുക്ക് എടുക്കാം. 17 + 22 എന്ന് പറയുമ്പോൾ 19 + 20 എന്ന് പറയുമ്പോൾ 39 വരും. പിന്നെ +7 എന്ന് പറയുമ്പോൾ 46 എന്ന് വരും അല്ലേ? 46 വരും സമ്മ് ചെയ്യുമ്പോൾ. 46ൻ്റെ ട്വൈസ് ആയിരിക്കും നമ്മുടെ ആൻസർ. 46ൻ്റെ ട്വൈസ് എടുക്കുമ്പോൾ എത്ര വരും? 46 × 2 എന്ന് പറയുമ്പോൾ 80 + 12 92 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 12th ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ആ റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ ലോജിക്ക് ആലോചിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ പാറ്റേൺസ് നമ്മൾ ഫെമിലറൈസ്ഡ് ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കോഡിങ് ഡീകോഡിങ് ഒക്കെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് പഠിക്കണമെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, എഗെയിൻ ഇത് ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ഫസ്റ്റ് ECIETZ. ഓക്കെ, EC എന്ന് പറഞ്ഞ വേർഡ് IETZ ആയിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ലേക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സെയിം റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യണ കറസ്പോണ്ടിങ് വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈസിക്ക് റൈറ്റ് ചെയ്ത് നമുക്ക് ECയുടെ EC എഴുതാം. അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതാം. 5, 1, 19 and 25. അഗെയിൻ നമുക്ക് IETZ എഴുതാം. അപ്പോൾ അതാണ് അതിലോട്ടാണ് മാപ്പ് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതാം. ഐയുടെ എന്താണ്? 9, 5, 20 ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ 26 ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നത് എത്രയാണ്? +4 ആണ് ചേഞ്ച്. ഇവിടെയാണ് +4 ആണ് അഗെയിൻ ചേഞ്ച്. ഇവിടെ +1 ആണ്. ഇവിടെ ഒരു +1 ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് +4ഉം ചില സ്ഥലത്ത് +1 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. മേ ബി ഫസ്റ്റ് 2 ലെറ്റേഴ്സ് +4 ആകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ലെറ്റർ, അത് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് +2ഉം നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് അത് കഴിഞ്ഞിട്ടുള്ള 2 ലെറ്റേഴ്സിൽ സംഭവിക്കുന്ന +1 ആണ്. അതൊരു ലോജിക്കാണ്. എഗെയിൻ ഇവിടെ ഒരു കോമൺ ആയിട്ട് ചോദിക്കണം എപ്പോഴും ഈ either കോഡിങ് ഡീകോഡിങ് അല്ലെങ്കിൽ അനാലജി, അതായത് ലെറ്റേഴ്സിന് വേറെ ലെറ്ററായിട്ട് മാപ്പ് ചെയ്യുന്ന ഒരു കേസിൽ എപ്പോഴും തന്നെ ഒരു ലോജിക്കാണ് വവൽസിൻ്റെ ഒരു ലോജിക്ക്. അതായത് വവൽസിനെ ഒരു രീതിയിൽ ഇവർ കോഡ് ചെയ്യും ആൻഡ് കൺസണൻസിനെ വേറൊരു രീതിയിൽ കോഡ് ചെയ്യും. ആ ഒരു ലോജിക്ക് സ്ഥിരം വന്ന പേപ്പറാണ് SSC. എപ്പോഴും അനാലജിയിലും ഡീകോഡിങ്ങിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഇയും എയും നമ്മുടെ വവൽസ് ആണ്. അത് രണ്ടുമാണ് +4 ചെയ്തേക്കുന്നത്. എസും വൈയും കൺസണൻസ് ആണ്. അത് രണ്ടും +1 ചെയ്തേക്കുന്നത്. ആ ഒരു ലോജിക്കും ആകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു
ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളത് ബബലിന് +4 ചെയ്യാം, കൺസണൻസിനെ +1 ചെയ്യാം. നമ്മൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ എഴുതണം. അതായത് എല്ലിൻ്റെ നമ്പേഴ്സ് ഫസ്റ്റ് എഴുതണം, 2 എഴുതണം, എയുടെ എന്താ 1 ആണ്, കെയുടെ 11 ആണ്, ഇയുടെ 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസണൻസ് ആണെങ്കിൽ നമ്മൾ +1 ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ +1 ചെയ്യാം. അപ്പോൾ നമുക്ക് 13 കിട്ടി. ഓക്കെ, എന് നമുക്ക് എന്ത് വേണം, എയുടെ കറസ്പോണ്ട് എ എന്ന് പറഞ്ഞാൽ ബബലാണ്. അപ്പോൾ അതിന് +4 ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ബബിൾസിന് +4 ആണ് സംഭവിച്ചേക്കുന്നത്. +4 ചെയ്യുമ്പോൾ 5 വരും, +4 ചെയ്യുമ്പോൾ. കെ അഗെയിൻ എന്താണ്, ഒരു കൺസണൻ്റ് ആണ്. അപ്പോൾ അത് +1 ചെയ്താൽ മതി. അപ്പോൾ ഇത് 12 വരും. ഇ എന്ന് പറഞ്ഞാൽ ബബലാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ അഗെയിൻ +4 ചെയ്യണം. അപ്പോൾ +4 ചെയ്യുമ്പോൾ 9 വരും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് നമ്മൾ എഴുതണം. എമ്മിൻ്റെ എന്ത് വരും, 13 എന്ത് വരും, എം വരും. ഇതെന്ന് പറഞ്ഞാൽ ഇ വരും, എം ഓക്കെ എ അല്ലേ, ഓക്കെ എം ഇ വന്നു. 12 എന്ന് പറഞ്ഞാൽ എൽ വന്നു, 9 എന്ന് പറഞ്ഞാൽ എത്ര ഐ വന്നു. അപ്പോൾ ഈ ഒരു MELI എന്ന് പറഞ്ഞ കോഡ് നമുക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ആ കറസ്പോണ്ടിങ് കോഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോജിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എപ്പോഴും ഈ ഒരു ലോജിക്ക് ബബിൾസിന് ഒരു രീതിയിൽ റീസെൻ്റ്ലി മിക്ക പേപ്പേഴ്സിലുള്ള ലോജിക്കാണ്. ബബിൾസിന് ഒരു പെർട്ടിക്കുലർ രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട്, അല്ല മാപ്പ് ചെയ്തിട്ടുണ്ട്, കൺസെൻസിന് ഡിഫറെൻറ്റ് രീതിയിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ്. അപ്പോൾ ഈ പാറ്റേൺ ഫെമിലറൈസ് ചെയ്യുക. എഗെയിൻ ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ റീസണിങ്ങോ അല്ലെങ്കിൽ റീസണിങ് പഠിക്കുക, ഇപ്പോൾ റീസണിങ് പഠിക്കാനുള്ള ടൈമില്ല, അതായത് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് വളരെ ടൈം കുറവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ടോപ്പിക് വൈസ് പഠിക്കാതെ നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിക്കുന്ന ലോജിക്കുകളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ വന്ന പോലെ ബബിൾസിൻ്റെ കൺസണൻസിൻ്റെ ലോജിക്ക്, അത് പോരാണ്ട് മറ്റേ ഓപ്പോസിറ്റ് പെയറിൻ്റെ. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺസ് നമ്മൾ ഫെമിലറൈസ് ചെയ്തിരിക്കുക. ആ SSCയുടെ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പ്രീവിയസ് ഇയർ പാറ്റേൺസിൻ്റെ ബേസിലാണ് നെക്സ്റ്റ് ഇയറും ഇടുക. അതായത് വെരി റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൻ്റെ പാറ്റേൺ ആ ഒരു സെയിം രീതിയിലാണ് ഇവർ നെക്സ്റ്റ് ഇയേഴ്സ് എഴുതണം. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു പൂളുണ്ട്, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പൂളുണ്ടാകും, അതിൽ നിന്ന് ജസ്റ്റ് റാൻഡമായിട്ട് പിക്ക് ചെയ്യണമായിരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അടുത്തടുത്തുള്ള വർഷങ്ങളിൽ സെയിം പൂളായിരിക്കും. അത് കാരണമാണ് ഈ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒട്ടും ടൈമില്ല, അത് വളരെ ടൈം കൺസ്ട്രെയിൻഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കാൻ സീരിയസ് ആവാൻ തുടങ്ങിയത് എക്സാമിൻ്റെ വളരെ അടുത്താണ് നിങ്ങൾ സീരിയസ് ആവാൻ തുടങ്ങിയത്, അതായത് ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണം. അപ്പോൾ നിങ്ങൾക്ക് റീസണിങ്ങിന് സമയമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൻ്റെ പാറ്റേൺസ് ഫുള്ളും ഫെമിലറൈസ് ചെയ്ത് വെക്കുക. അത് ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോയി എഴുതാം. നിങ്ങൾക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും, അതായത് മിക്ക ക്വസ്റ്റ്യൻസും റീസണിങ് പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് റൈറ്റ് അവേ ആൻസർ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് പ്രീവിയസ് ഇയർ പാറ്റേൺസ്. ലേറ്റസ്റ്റ് പ്രീവിയസ് പാറ്റേൺസ് ഫെമിലറൈസ്ഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ റീസണിങ്. അപ്പോൾ അതൊരു എൻ്റെ ഒരു അഡ്വൈസാണ്, അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 13th ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 14th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 14th ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. ഓക്കെ, എഗെയിൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ പാറ്റേൺ, അതായത് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ഇതിൽ 3 നമ്പേഴ്സ് സംഭവം റിലേറ്റഡ് ആണ്. ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമ്മൾ അഗെയിൻ ഇതിലും ആ കറസ്പോണ്ടിങ് റിലേഷൻഷിപ്പ് ഇതിലേതിലാണെന്ന് നോക്കണം. ഫസ്റ്റ് റൈറ്റ് അവേ നമുക്ക് മനസ്സിലായി 9ഉം 8ഉം ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് എന്തോ ചെയ്തപ്പോൾ വന്നതാണ് ഇത്. അഗെയിൻ ദ നമ്പർ ഇസ് വെരി ബിഗ്. അപ്പോൾ നമ്മൾ അതൊരു മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ 9ഉം 8ഉം നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 72 എന്ന് കിട്ടിയില്ലേ. 72ഉം 217ഉം നമുക്ക് റിലേറ്റ് ചെയ്യാൻ നോക്കാം. 217, അപ്പോൾ 72 × 3 ചെയ്ത് എത്ര കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 210 + 6 216 എന്ന് കിട്ടി. അത് +1 അല്ലേ നമ്മുടെ 217. ഓക്കെ, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. അപ്പോൾ ആ സെയിം റിലേഷൻഷിപ്പ് ഇവിടെ എവിടെയെങ്കിലും ഫോളോ ചെയ്യേണ്ടത് നോക്കാം. 4ഉം 3ഉം നോക്കാം. ഓക്കെ, 4ഉം 3ഉം × 3, അതായത് 12 എന്ന് കിട്ടി. ഓക്കെ, 12 × 3 എത്ര വന്നു? ഓക്കെ, അഗെയിൻ 36 കിട്ടി. 36 + 1 എത്ര കിട്ടി? 37 കിട്ടി. ഓക്കെ, അപ്പോൾ റൈറ്റ് അവേ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് റൈറ്റ് അവേ മനസ്സിൽ വന്ന ഫസ്റ്റ് ലോജിക്ക് തന്നെ ഇവിടെ വർക്കൗട്ടായി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു ഓപ്ഷനിൽ വർക്കൗട്ട് ആവുന്നുണ്ട് ആ ലോജിക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. നമുക്ക് അപ്പം തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
Again, next question. Okay. Next question is question number 15. 4 number pairs have been given, out of which 3 are alike in some manner and 1 is different. Select the number pair that is different from the rest. Okay. But basically, set of numbers on എല്ലാ നമ്പേഴ്സിനും ഒരു പെർട്ടിക്കുലർ ലോജിക് ഉണ്ട് എക്സെപ്റ്റ് 1. ആ ഓഡ് വൺ ഔട്ട് പിക്ക് ചെയ്യലാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ 7 15 കണ്ടു. അപ്പോൾ റൈറ്റ് അവേ നമുക്ക് മനസ്സിലായി എന്താ 7 സ്ക്വയർ എത്ര 49 അല്ലേ, +1 ആണ്. അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അഗെയിൻ 4ഉം 17 നോക്കി. ഓക്കെ, 4 സ്ക്വയർ എത്രയാണ് 16 +1 17. അപ്പോൾ ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. 6ഉം 35 നോക്കാം. ഓക്കെ, 6ൻ്റെ സ്ക്വയർ 36 ആണ്, -1 ആണ് 35. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ആ റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ നമ്മൾ 4th ഓപ്ഷനും കൂടി നോക്കണം. മേ ബി നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്ത് ബൈ ചാൻസ് സെയിം ആയതായിരിക്കും. 4ത്തിലും ആ ലോജിക്ക് വർക്കൗട്ട് ആവണമെങ്കിലാണ് നമുക്കിത് ക്യാൻസൽ ഓഡ് വൺ ഔട്ട് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 5ൻ്റെ എടുത്ത് നോക്കാം. 5ൻ്റെ സ്ക്വയർ 25 ആണ്, +1 എത്ര 26 ആണ്. അഗെയിൻ ഈ ഫസ്റ്റ് സെക്കൻഡ് 4th ഓപ്ഷൻ സെയിം റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ തേർഡ് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റ് വേ പറയാം ഓപ്ഷൻ 3 ആണ് റോങ് എന്ന്. ഓഡ് വൺ ഔട്ട് എന്ന് പറയാം. അതാണ് നമ്മുടെ ആൻസർ ആക്ച്വലി. 15th ക്വസ്റ്റ്യനിൽ എംബഡഡ് ക്വസ്റ്റ്യൻ ഒരു ഹിൻഡ് അതെങ്കിൽ റൊട്ടേഷൻ നോട്ട് അലൗഡ് എന്നാണ് പറയുന്നത്. എംബഡഡ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, റൊട്ടേഷൻ നോട്ട് അലൗഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് എംബഡഡ് ചെയ്തേക്കുന്നത് എവിടെയാണെന്നാണ് നോക്കേണ്ടത്. ഇത് നമുക്ക് റൈറ്റ് വേ നോക്കി പറയാവുന്നേ ഉള്ളൂ. ഒരു ഡയമണ്ട് ഷേപ്പ് തന്നെ. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് വേ മനസ്സിൽ ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ടെന്ന്. നമുക്ക് ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് നമ്മൾ പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല, നിങ്ങൾ നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സില്ലി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ കുറേ പ്രോബ്ലംസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് അവേ ഇങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പറിൽ ചെയ്യില്ലേ, അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കണ്ടാൽ മതി. പിന്നെ ബാക്കിയുള്ള നമുക്ക് എക്സാം ഹോളിൽ ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഇസ് റിലേറ്റഡ് ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ ഒരു അനാലജിയുടെയാണ്. ഈ ലെറ്റർ സംഭവം ഇതിനോട് റിലേറ്റഡ് ആണ്. ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് LAയും OXPPയും ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ലെയിം എല്ലും ഓയും ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്, അത് നമുക്ക് പറയാം. പക്ഷേ Aയും Xും ആണോ? അല്ല. Mഉം Pയും ആണോ? അല്ല. Eയും V ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ നമ്പർ സീരീസ് എഴുതണം കറസ്പോണ്ടിങ്. അപ്പോൾ ലെയിമിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ലെയിം എന്ന് ഇവിടെ എഴുതി, നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ 12 വന്നു, Aയുടെ 1 വന്നു, Mൻ്റെ 13 വന്നു, Eയുടെ 5 വന്നു. എന്നിട്ട് OXPBയുടെ നമ്മൾ എഴുതണം കറസ്പോണ്ടിങ്. OXPB Oയുടെ 15 വന്നു, Xൻ്റെ 24 വന്നു, Pയുടെ 16 വന്നു, Bയുടെ 2 വന്നു. എന്നിട്ട് അഗെയിൻ നമ്മളിത് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു +3 ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, +3 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 നമുക്ക് Aയുടെ 1 നമുക്ക് എഗെയിൻ എന്താ 27 നമുക്ക് എഴുതാം 1 പകരം. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്താണ്. അതായത് ബേസിക്കലി ഇപ്പോൾ Z കഴിഞ്ഞിട്ട് വന്ന ലെറ്റർ A ആണ്. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ 26 അല്ലേ, Z കഴിഞ്ഞിട്ട് വന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 26 കഴിഞ്ഞിട്ട് വന്ന നമ്പർ 27 ആണ്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് Aക്ക് 27 കൊടുക്കും. അപ്പോൾ 1 പകരം ഞാൻ 27 ഇവിടെ കൊടുത്തു അല്ലേ. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു -3 വന്നു. 27 എന്തായി 24 ആയി, -3 വന്നു. ഇവിടെ നോക്കിയപ്പോൾ +3 വന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ -3 വന്നു. അപ്പോൾ നമുക്കൊരു പാറ്റേൺ, അതായത് എന്നുള്ള ഡിഫറൻസ് ആ മുകളിലുള്ള ലെറ്ററിൻ്റെയും മുകളിലുള്ള വേർഡിൻ്റെ ലെറ്റേഴ്സും താഴെ ലെറ്റേഴ്സും തമ്മിലൊരു +3 -3 എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ആ സെയിം ലോജിക്ക് നമുക്ക് ട്രീയിലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ 20 ആണ്, R എന്ന് പറഞ്ഞാൽ 18 ആണ്, ഇത് രണ്ടും 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ +3 -3 എന്നുള്ള ലോജിക്കാണ്. +3 ചെയ്യുമ്പോൾ 23 വരും, -3 ചെയ്യുമ്പോൾ 15 വരും, +3 ചെയ്യുമ്പോൾ എഗെയിൻ 8 വരും, -3 ചെയ്യുമ്പോൾ 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് വേർഡ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. W ഉണ്ട്, ഓക്കെ, O ഉണ്ട്, H ഉണ്ട്, B ഉണ്ട്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് റൈറ്റ് അവേ. അപ്പോൾ ഈ ഇതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേൺ ലൈക്ക് കുറേ നാളായിട്ട് SSC മിക്ക റീസണിങ് ക്വസ്റ്റ്യനിലും ഈ ഒരു പാറ്റേണൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ വെരി കോമൺ ആയിട്ട് ചോദിക്കണതാണ്, റൈറ്റ് അവേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ മൂവ് ചെയ്യാം. ഓക്കെ, എഗെയിൻ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ റൈറ്റ് അവേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അവിടെ നമുക്ക് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം, അവിടെ തന്നെ ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കറക്ഷൻസ് ഞങ്ങൾ മേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. ഈ വീഡിയോ കാണുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് വീഡിയോ ഞാൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 18th ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
അതായത് സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൺ ലെറ്റർ സീരീസ്. ഓക്കെ, ഈ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ലെറ്റേഴ്സ് കണ്ടുപിടിക്കുക, ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ ലെറ്റർ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ലെറ്റർ സീരീസിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ ഒരു പാറ്റേൺ ഉണ്ടാകും, ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യണം. ആ പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഫസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ സീരീസ് ഒന്ന് നോക്കണം. ഇതിൽ ഏറ്റവും ബിഗറായിട്ട് തന്നേക്കുന്ന, ഏറ്റവും ലെങ്തിയർ ആയിട്ട് തന്നേക്കുന്ന ആ ഒരു സീക്വൻസ് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് കിട്ടിയത്, AABC. ഓക്കെ, ഈ പാറ്റേൺ ഇത് പാറ്റേൺ അല്ല, ഈ ഒരു സീക്വൻസിൽ നമ്മൾ വന്നേക്കുന്ന കോഡ് വേറെ എവിടെയെങ്കിലും റിപ്പീറ്റ് ആയോ നോക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ AA ഉണ്ട്, BC ഉണ്ട്. BC നമ്മുടെ ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട് അല്ലേ, BC അവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. BCക്ക് മുന്നേ ഇവിടെ എന്ത് വന്നുണ്ട്, 2 A ആണ് വന്നേക്കണം. അത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് നോക്കാം. AA ചെയ്തു, AABC എന്ന് വന്നു. എഗെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ CCD എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് C കഴിഞ്ഞിട്ടൊരു C വന്നിട്ടുണ്ട്, പിന്നെ ഒരു D വന്നിട്ടുണ്ട്. നമ്മൾ എഗെയിൻ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ AABCCD എന്ന് നമുക്ക് കിട്ടി അല്ലേ, AABCCD എന്ന് കിട്ടി. and എഗെയിൻ നമ്മളോട്ട് നെക്സ്റ്റ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആ ലെറ്റർ ഇല്ല, അതായത് ഇപ്പോൾ A വന്നു, രണ്ടാമത്തെ A വന്നതിന് മുന്നേ ഉള്ള രണ്ടാമത്തെ A വന്നെ, ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ A വരുവാണ്. അപ്പോൾ ഇത്രയും ആയിരിക്കും ഒരു പാറ്റേൺ നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് നെക്സ്റ്റ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ലെറ്റർ വരുന്നത് എവിടെയോ അവിടം വരെ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് അല്ല, ലൈക്ക് നെക്സ്റ്റ് റിപ്പീറ്റിംഗ് ലെറ്റേഴ്സ് വന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ A വന്നല്ലോ, അത് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കാം നമ്മുടെ പാറ്റേൺ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊരു പാറ്റേൺ നമുക്ക് AABCCD ആണ് നമ്മുടെ പാറ്റേൺ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ സെയിം പാറ്റേൺ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ AABCCD, ഓക്കെ, അത് വർക്കൗട്ട് ഉണ്ട്. പിന്നെ ഇവിടെ AABCCD, ഓക്കെ. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത് കറക്റ്റാണ്, AABCCD ആണ്. ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എഴുതാം. A ആണ് ഫസ്റ്റ് വന്നത്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വന്നത്, C ആണ് വന്നത്, ഓക്കെ, C. അപ്പോൾ ഈ ഓപ്ഷൻ ബാക്കി ഒരു ഓപ്ഷൻസിൽ അങ്ങനെ ഇല്ല, സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. പിന്നെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് പിന്നെ C ചെയ്തു, പിന്നെ D ചെയ്തു, പിന്നെ AB ചെയ്തു, ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ഈ ലെറ്റർ സീരീസിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ബിഗറായിട്ട് തന്നെ സീക്വൻസ് നോക്കണം. എന്നിട്ട് അതിലേതെങ്കിലും ആ കറസ്പോണ്ടിങ്, ഇപ്പോൾ ഇവിടെ കേസിൽ വന്നത് DAAB എന്നാണ് വന്നത്, ABC എന്നാണ് വന്നത്. അപ്പോൾ അതിന് ആ സീക്വൻസിൻ്റെ ഉള്ളിൽ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും എന്താണ് വന്നത് നോക്കണം. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും വന്നേക്കണ കോഡ്സ് ഏതാണെന്ന് നോക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ BC എന്ന് പറഞ്ഞ കോഡല്ലേ, അതിന് മുന്നേ ജസ്റ്റ് A എന്നുള്ളൊരു ഈ സീക്വൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും A വന്നിട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെ A ഫില്ലാക്കി. എന്നിട്ട് നമ്മൾ അവിടെയും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ C ഫില്ലാക്കി. എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് റിപ്പീറ്റിംഗ് ലെറ്റർ വന്നതിന് തൊട്ട് മുന്നേ ഉള്ളതായിരിക്കും ഒരു പാറ്റേൺ നമ്മൾ അസ്യൂം ചെയ്തു. ആ പാറ്റേൺ അതുപോലെ റിപ്പീറ്റ് ആവേണ്ടോ നോക്കി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യണം. നമുക്കിത് റൈറ്റ് അവേ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെച്ചിരിക്കുന്നത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ പാറ്റേൺ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസും അതായത് ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസും കുറേ ഫെമിലറൈസ് ചെയ്യണം, എന്നാലാണ് നമുക്കിത് റൈറ്റ് അവേ ചെയ്യാൻ പറ്റുള്ളൂ. 19th ക്വസ്റ്റ്യൻ നോക്കാം. There are 6 boys. അതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. There are 6 boys in a class of 11 students. A student is chosen from the class at random to be made the class monitor. What is the probability that the class monitor is a girl? ഓക്കെ. അതായത് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. ഇതൊരു മാത്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി എന്താണെന്ന് അറിയണം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ ഫേവറബിൾ ഔട്ട്കം എന്നാണ്. നമുക്ക് വേണ്ട ഔട്ട്കം വരാനുള്ള ചാൻസ്. അതായത് ഇപ്പോൾ ഞാനൊരു ലോട്ടറി എടുക്കണേണ്. ലോട്ടറി എടുക്കുമ്പോൾ ലോട്ടറി എനിക്ക് എടുക്കാനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോട്ടറിയുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറയണം, നമ്മളൊരു ടിക്കറ്റാണ് എടുത്തെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഒരു 6 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ചാൻസ് എന്താണ്, നമുക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസ് എന്താണ്, 1 out of 6 lakhs എന്നല്ലേ വരുള്ളൂ. 1 out of 6 lakhs. 6 lakhs ആണ് ടോട്ടൽ ഔട്ട്കംസ്. എനിക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു ടിക്കറ്റിനാണ് ലോട്ടറി അടിക്കുകയുള്ളൂ. അപ്പോൾ ആ അടിക്കാനുള്ള ചാൻസ് എന്താണ്, 1/6 lakhs ആയിരിക്കും. അതായത് എനിക്ക് ഫേവറബിൾ ആയിട്ട് ഔട്ട്കം എത്രയാണോ അത് ഒരു ഇതല്ലേ വരുള്ളൂ, ഒരു ടിക്കറ്റിനല്ലേ വരുള്ളൂ. അത് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. അതാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ടിക്കറ്റ് അടിക്കാനുള്ള ചാൻസ്. ആ സെയിം കൺസെപ്റ്റാണ് പ്രോബിലിറ്റി. അതായത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓർ ചാൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കത്തിനുള്ള നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ number of outcomes.
നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ 11 സ്റ്റുഡൻസ് ഉണ്ട്, അല്ല 6 പേര് ബോയ്സ് ആണ്, ബാക്കി 5 പേര് ഗേൾസ് ആണ്. അപ്പോൾ ആ ഒരു ഗേൾ മോണിറ്റർ, ഒരു ഗേൾ ക്ലാസ് ലീഡറിനെ എടുക്കാനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്താണ്, എത്ര അത് 5 രീതി, 5 ഗേൾസ് അല്ലേ, അപ്പോൾ 5 ഗേൾസാണ് നമ്മുടെ ടോട്ടൽ. അത് നമ്മുടെ ക്ലാസ് ലീഡർ ഗേൾ ആവാനുള്ള ചാൻസ് എത്രയാണ്, 5 ഉണ്ട്, 5 ഗേൾസ് ഉള്ള ആറ്. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, 11 ഉണ്ട്. അപ്പോൾ 5/11 ആണ് നമ്മുടെ എന്ത് പ്രോബബിലിറ്റി ചാൻസ് ദാറ്റ് ഒരു ഗേൾ മോണിറ്റർ അല്ലെങ്കിൽ ഗേൾ ക്ലാസ് ടീച്ചർ അല്ല ക്ലാസ് ലീഡർ ആകാനായിട്ടുള്ള ചാൻസ് 5/11. കാരണം 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗേൾസ്, നമ്പർ ഓഫ് ഗേൾസ് ലീഡർ ആകാൻ ചാൻസ് ഉള്ള എത്ര 5 ഗേൾസ് ഉണ്ട്. 11 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇത് ബേസിക് പ്രോബിലിറ്റി ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ അപ്പുറം ഒരിക്കലും ചോദിക്കില്ല. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ വരാൻ ചാൻസ് ഉള്ളൂ. റീസണിങ്ങിൽ ചോദിക്കുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടാണ് മറ്റേ പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ബേസിക്സ് ആണ് ചോദിച്ചത്. പിന്നെ റേഷ്യോയുടെ എന്തോ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ബേസിക്സ് ആണ് റീസണിങ്ങിൽ ചോദിക്കുള്ളൂ മാത്സിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. The two positions of the same dice are shown. Select the number that will be on the face opposite to the one having the number 5. Okay, നമ്മൾ അഗെയിൻ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ ഒരു ഡൈസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഫേസ് കോമൺ ആണെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ ഒരു ഫേസേ കോമൺ ഉള്ളൂ. ഒരു ഫേസ് കോമൺ ഉള്ളെങ്കിൽ നമ്മൾ ആ ഫേസ് വെച്ച് നമ്മൾ 2 ഡൈസിലും ക്ലോക്ക് വൈസിൽ നമ്മൾ ഫേസസ് എഴുതണം. അപ്പോൾ 5 ആണ് ഇവിടെ കോമൺ അല്ലേ, 5 വെച്ച് ഇവിടെ ക്ലോക്ക് വൈസ് പോകുമ്പോൾ വന്ന ഫേസ് ഏതാണ്, 4 ആണ്. ഇവിടെ നിന്ന് വീണ്ടും പോകുമ്പോൾ എത്രയാണ്, 1 ആണ്. എഗെയിൻ നമ്മൾ ഇവിടെയും നമ്മൾ ആ ക്ലോക്ക് വൈസിൽ എഴുതണം ഫേസസ്. 5 സ്റ്റാർട്ട് ചെയ്യണം, 2 പോകണം, 2 6 പോകണം. എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 5 നിന്നാണ്. 2 കേസിലും കോമൺ ആയിട്ടുള്ള ഫേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 4 1 5 2 6. അങ്ങനെയാണെങ്കിൽ ഈ 4ഉം 2ഉം ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും, 1ഉം 6ഉം ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. അപ്പോൾ ഇവർ ചോദിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 1 ഹാമിങ്. ഓക്കെ, ഒരു 5ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കണത്. 4ൻ്റെയോ 1ൻ്റെയോ അല്ല ചോദിച്ചേക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ പറ്റും, ഓപ്ഷൻ 5ൻ്റെ ഓപ്പോസിറ്റ് ആകാൻ ചാൻസ് ഉള്ള ഏതാണ്, 5ൻ്റെ ഓപ്പോസിറ്റ് 6 ആകാൻ ചാൻസ് ഉണ്ടോ, ഇല്ല, കാരണം 6 അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എലിമിനേഷൻ വഴി ട്രൈ ചെയ്യാം. അപ്പോൾ 5ന് ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം. അപ്പോൾ 6 ആകാൻ ചാൻസ് ഉണ്ടോ, ഇല്ല, കാരണം 6 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ഫേസ് ആണ്. അതുകൊണ്ട് 3 ആകാൻ ചാൻസ് ഉണ്ടോ, 3 ആകാം, കാരണം അത് എവിടെയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് 1 ആകാൻ ചാൻസ് ഉണ്ടോ, ഇല്ല, 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം 5ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആണല്ലോ. അതായത് ഒരു ക്യൂബിൽ, അതായത് ഡൈസിൽ ഒരു ഫേസിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് ഒരിക്കലും ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് വരില്ല. ആ ഒരു കോമൺ സെൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതായത് അഡ്ജസ്റ്റൻ്റ് ഫേസ് ഒരിക്കലും ഓപ്പോസിറ്റ് ഫേസ് വരില്ല. അപ്പോൾ ഓപ്ഷൻ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം 5ൻ്റെ അഡ്ജസ്റ്റൻ്റ് ഫേസ് ആയിട്ട് 1 വന്നല്ലോ. എഗെയിൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം 5ൻ്റെ അഡ്ജസ്റ്റൻ്റ് ഫേസ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ബിക്കോസ് എവരിതിങ് എൽസ് ഈസ് അഡ്ജസ്റ്റൻ്റ് ഫേസ് ഓഫ് 5. അപ്പോൾ ഓപ്ഷൻ 3 മാത്രമാണ് അപ്പോൾ ബാക്കിയുള്ളത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലോക്ക് വൈസിലെ നമ്പറിങ് ഇല്ലേ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ വഴി അത് ട്രൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ബ്ലഡ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇസ് എ മദർ ഓഫ് എ, Y is a sister of B's father, R is a father of B, and A, Z are sisters, B is a brother of Z. How is R related to X? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി, കൺഫ്യൂസിങ് ആയിട്ട് തോന്നണില്ലേ? അത് നമുക്ക് റൈറ്റ് അവേ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് ഒരു പടം വരക്കണം, അല്ലെങ്കിൽ ഒരു ഫിഗർ വരക്കണം, ഒരു ഹൈറാർക്കി നമ്മൾ വരക്കണം, ഒരു പെഡിഗ്രി നമ്മൾ വരക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പറയാം. ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ജനറേഷൻസിലുള്ളത് ഡിഫറെൻറ്റ് ലെയേഴ്സിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അത് ഓൾഡർ ജനറേഷൻ ഉള്ളത് നമ്മൾ ഹയർ ലെയറായിട്ടും യങ്ങർ ജനറേഷന് നമ്മൾ താഴെയാണ് വെക്കേണ്ടത്. സാധാരണ നമ്മൾ മറ്റേ ഹൈറാർക്കി കാണാറില്ലേ, അതുപോലെ ഗ്രാൻഡ് ഫാദർ, ഫാദർ, സൺ എന്നുള്ള ആ രീതിയിൽ ചെയ്യണം. എഗെയിൻ ജെൻഡർ നമ്മൾ മെന്നിനാണെങ്കിൽ പോസിറ്റീവ് സിമ്പിൾ വെച്ച് കാണിക്കണം. കാരണം എഗെയിൻ ഇവിടെ എന്താ ചോദിച്ചത്, ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു എക്സ് എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ ജെൻഡർ അറിയാതെ ബ്രദറാണോ സിസ്റ്ററാണോ വൈഫാണോ ഹസ്ബൻഡാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജെൻഡർ റെപ്രസെൻ്റ് ചെയ്യാൻ മെന്നാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ വെച്ച് ചെയ്യും, വിമൻ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സിമ്പിൾ വെച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഡിഫറെൻറ്റ് ജനറേഷൻസിലുള്ളതിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യും,
ഡിഫറെൻറ്റ് ജെൻഡേഴ്സിനുള്ളതിന് നമ്മൾ ഡിഫറെൻറ്റ് സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് പറയേണ്ടത് എക്സ് ഇസ് എ മദർ ഓഫ് എ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് റൈറ്റ് അവേ നമുക്ക് ഒരു വരക്കാം. എക്സ് ഇസ് എ മദർ ഓഫ് എ. എ ഇവിടെ ഉണ്ട്. ഓക്കെ, എ ഇവിടെ ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ മദറാണ്. അപ്പോൾ എക്സിൻ്റെ ജെൻഡർ മദർ അല്ലേ, അപ്പോൾ ഫീമെയിൽ ആയിരിക്കും ജെൻഡർ എന്ന് പറഞ്ഞാൽ. മദർ ഓഫ് എ. വൈ ഈസ് എ സിസ്റ്റർ ഓഫ് ബി. അപ്പോൾ നമ്മൾ പിന്നെ ഇതിന് റിലേറ്റഡ് അല്ലാത്തൊരു സെൻറ്റൻസ് ആണ് അടുത്ത് പറയുന്നത്. വൈയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയണത്. അല്ല, വൈ ഈസ് എ സിസ്റ്റർ ഓഫ് ബീസ് ഫാദർ. ബീസ് ഫാദറും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയണത്. അപ്പോൾ നമുക്കിത് ഇവിടെ നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം ഒമിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇസ് എ ഫാദർ ഓഫ് ബി. എഗെയിൻ നമുക്ക് ഇവിടെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒമിറ്റ് ചെയ്യാം. ആൻഡ് എ ആൻഡ് സെഡ് ആർ സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു റിലേഷൻഷിപ്പ്, ഫസ്റ്റ് വരച്ച ആ ഫിഗറിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇപ്പോൾ കിട്ടി. അത് എ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. എ ആൻഡ് സെഡ് ആർ സിസ്റ്റേഴ്സ്. അപ്പോൾ സെഡ് ആർ സിസ്റ്റേഴ്സ്. അപ്പോൾ ഇത് രണ്ടിനും സെക്സ് എന്താ, സെക്സ് അല്ല, ജെൻഡർ എന്താണ്, നെഗറ്റീവ്. മറ്റേ നമ്മൾ ഫീമെയിലാണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാരണം എ ആൻഡ് സെഡ് ആർ സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വെച്ചത് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, എഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ ബി ഈസ് എ ബ്രദർ ഓഫ് സെഡ്. അപ്പോൾ ബിയും സെഡും എഗെയിൻ നമ്മൾ ആദ്യത്തെ ബിയും സെഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വന്നു. ഈ ഒരു ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബി ഈസ് ബ്രദർ ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ബി എന്ത് തോന്നുന്നു, ബി എന്ന് പറഞ്ഞാൽ ബ്രദറാന്ന് തോന്നുന്നു, സെഡിൻ്റെ ബ്രദർ. അതായത് ഇവർ രണ്ടും സിസ്റ്റേഴ്സാണ്, അവരുടെ ബ്രദറാണ് സെഡ്. അപ്പോൾ നമ്മൾ ബ്രദർ എന്ന് പറയുമ്പോൾ മെയിലാണ് ജെൻഡർ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ബി ഈസ് എ ബ്രദർ ഓഫ് സെഡ്. ഹൗ ഇസ് ആർ റിലേറ്റഡ്. അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മൾ ബാക്കിലോട്ടാവും. നമ്മൾ ഒമിറ്റ് ചെയ്ത സെൻറ്റൻസ് എന്താ, വൈ ഈസ് എ സിസ്റ്റർ ഓഫ് ബീസ് ഫാദർ ആണ്. അപ്പോൾ ബിയുടെ ഫാദർ, വൈ ഈസ് എ സിസ്റ്റർ. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ സിസ്റ്ററാണ്. ഇതാണ് ഫാദർ. ഫാദർ നമുക്ക് ബീസ് ഫാദർ എന്നല്ലേ, ഫാദർ നമുക്ക് എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ വേറെ ലെറ്ററൊന്നും അല്ല. ഓക്കെ, അഗെയിൻ ആർ ഇസ് എ ഫാദർ ഓഫ് ബി. ഓക്കെ, നമ്മളിവിടെ ബീസ് ഫാദറിൻ്റെ സിസ്റ്ററാണ് വൈ. അപ്പോൾ ബിയുടെ ഫാദർ ആറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് ബി എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ സെഡിൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇത് മദറാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്താണ്, ഇവർ രണ്ടുപേരും വൈഫും ഹസ്ബൻഡും ആണ്, എക്സും ആറും തമ്മിൽ. കാരണം ആറിൻ്റെ സണ്ണാണ് ബി, ബിയുടെ സിസ്റ്ററാണ് സെഡ് എക്സ് എന്ന് പറഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡോട്ടറാണ് അല്ലേ. അത് എക്സ് മദറാന്നാണ് പറയുന്നത് എൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ചോദിച്ചാൽ ഹൗ ഇസ് ആർ റിലേറ്റഡ് ടു എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ ആർ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 വന്നു. അപ്പോൾ ഈ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് സൊല്യൂഷൻ അങ്ങനെ ചെയ്തതെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെന്താണ് ബേസിക്കലി, ആദ്യമേ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു സ്ട്രക്ചർ വരച്ചു. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതുവരെ നമ്മൾ ഒമിറ്റ് ചെയ്ത് പോകണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അഗെയിൻ അത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ ഈ ഹയറാർക്കി വരക്കണം. എന്നിട്ട് ഫൈനലി നമുക്ക് കിട്ടും ഇക്വേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ്. ഓക്കെ, ഇത് തന്നേക്കണത് ചണ്ഡീഗഡ്, ഇന്ത്യ ആൻഡ് സിയോൾ എന്നാണ് തന്നേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെൻ ഡയഗ്രാം യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അഗെയിൻ നമുക്ക് വരക്കാം. ചണ്ഡീഗഡ് എന്നിട്ട് ഇന്ത്യയിലുള്ള ഒരു പ്ലേസ് അല്ലേ, അതായത് ഒരു യൂണിറ്റ് ടെറിട്ടറി അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ത്യനെ നമുക്ക് ഈ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സാധനമാണ് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഇന്ത്യയാണ് അല്ലേ. ഓക്കെ, അതുകഴിഞ്ഞിട്ട് സിയോളാണ്. സിയോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സ്ഥലമല്ലേ. അപ്പോൾ നമുക്കതിനെ അഗെയിൻ വേറൊരു സർക്കിൾ, പുറത്തുള്ള സർക്കിൾ, ഇതായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പുറത്തുള്ള സർക്കിളായിട്ട്, അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ സിയോൾ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ക്യാപിറ്റലാണ് അല്ലേ. ആ ക്യാപിറ്റൽ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽസ് കുറച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സിയോൾ ഏത് കൺട്രിയുടെ ക്യാപിറ്റലാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് GK അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബേസിക്കലി ഇന്ത്യയുടെ ഉള്ളിലുള്ള സ്ഥലമാണ് ചണ്ഡീഗഡ്. സിയോൾ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ നമുക്കതിനെ ഒരു പുറത്തുള്ള സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് മീനിങ് ഫുൾ സീക്വൻസ് ചെയ്യാനാണ്. ബേസിക്കലി ഇവിടെ പല പാർട്സ് ഓഫ് ബോഡിയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്താ ഫ്രം ടോപ്പ് ടു ബോട്ടം നമുക്കത് എഴുതാം. ഇവിടെ തന്നെ ഷോൾഡർ, തൈ, സ്റ്റമക്ക്, ചെസ്റ്റ്, ഫേസ് ആൻഡ് നെക്ക്. അപ്പോൾ ഇത് ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പോൾ ഫേസ് ഫസ്റ്റ് വരും. ഓക്കെ, ഫേസ്. അത് കഴിഞ്ഞിട്ട് ഫേസിൻ്റെ താഴെ എന്താണ്, നെക്ക് അല്ലേ.
ഓക്കെ. നെക്കിന് താഴെ എന്താണ്? ചെസ്റ്റാണ്. ഓക്കെ, ചെസ്റ്റിന് താഴെ എന്താണ്? ഓ, നെക്കിന് താഴെ ഇവിടെ ഷോൾഡർ ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ 5 ഫസ്റ്റ് വന്നത് ഫേസാണ്. അത് കഴിഞ്ഞിട്ട് താഴെ നെക്ക്, അതിന് താഴെ ഷോൾഡറിന് താഴെ ചെസ്റ്റിന് താഴെ സ്റ്റമക്കിന് താഴെ ഏതാണ്? സ്റ്റമക്കിന് താഴെ തൈ. ഓക്കെ, ഈ ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. 1 4 3 2. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാം. ജസ്റ്റ് വായിക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ടോപ്പ് ടു ബോട്ടം നമ്മൾ എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 letter clusters have been given, out of which 3 are alike in some manner and 1 is different. Select the odd letter cluster. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഈ ഓരോ വേർഡിലും ഈ ഒരു തന്നേക്കുന്ന ക്ലസ്റ്ററിലും ഈ ലെറ്റേഴ്സ് സംഹൗ റിലേറ്റഡ് ആണ്. അപ്പോൾ എക്സെപ്റ്റ് ഫോർ 1 ഓപ്ഷൻ എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ സെയിം റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ടിയും എസ് മാറും. ടിയുടെ ഒരു ലെറ്റർ താഴെയുള്ള ലെറ്ററിൽ എസ്, അതിന് താഴെയുള്ള ആർ, അതിനുള്ള താഴെയുള്ള ക്യൂ. അപ്പോൾ 1 ഷിഫ്റ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്താണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ ഓപ്ഷൻസും നോക്കാം. പിയുടെ താഴെ ബാക്കിലുള്ള പി എന്ന് പറഞ്ഞാൽ 16th ലെറ്റർ ആണ്, ഇത് 15th ആണ്, ഇത് 14th ആണ്, ഇത് 12th ആണ്. ഇവിടെ ഒരു ചെറിയൊരു സീനുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 14 എന്ന് പറഞ്ഞാൽ 12 ആയി, 2 ലെറ്റർ താഴെയാണ് എൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണോ ലോജിക്ക് നമുക്ക് അറിയണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം. എമ്മിൻ്റെ താഴെയുള്ള ലെറ്റർ ആണ് എന്ത്? എം 13th ആണ്, ഇത് 12th ആണ്, ഇത് 11th ആണ്, ഇത് 10th ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതും സെയിം പാറ്റേൺ ആണ്. എഗെയിൻ നമുക്ക് ഇവിടെ നോക്കാം. ഡബ്ല്യൂയുടെ താഴെയുള്ളതാണ് വിയുടെ താഴെയുള്ളതാണ് യുവിന് താഴെയുള്ളതാണ് ടി. അപ്പോൾ ഇവിടെയും ഓരോ ലെറ്റേഴ്സ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത് എക്സെപ്റ്റ് ഫോർ ദ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ ബ്ലഡ് റിലേഷൻ. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് സെയിം ടോപ്പിക് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഷോയിങ് ദ പിക്ചർ ഓഫ് ഷിഗ, പരുൾ സെഡ് ഷീ ഈസ് എ ഗ്രാൻഡ് മദർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സൺ. ഹൗ ഇസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒരു ഷിഗ എന്നുണ്ട്. ഷിഗ റിലേറ്റഡ് ടു പരുൾ എന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷീ ഈസ് എ ഗ്രാൻഡ് മദർ ഓഫ് മൈ ഫാദേഴ്സ്. ഓക്കെ, മൈ എന്ന് പറയുന്നത് ആരെയാണ് പോയിന്റ് ചെയ്യണത്? പരുളാണ്. മൈ ഫാദേഴ്സ് ഒൺലി സൺ. അപ്പോൾ നമ്മൾ മൈ പരുളല്ലേ, അപ്പോൾ നമ്മൾ പരുളിനെ പി വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പരുൾസ് ഫാദർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കറിനെ ഇതിൽ സ്പീക്കറിന് പരുൾ സെഡ് എന്നല്ല, പരുളാണ് സ്പീക്കർ. ആ സ്പീക്കറിനെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ്ലി എവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ മൈ ഫാദർ എന്ന് പറയുമ്പോൾ തന്നെ പരുളിൻ്റെ ഫാദർ. നമുക്ക് ഫസ്റ്റ് ബ്രാഞ്ച് നമ്മൾ വരച്ചു. നമ്മൾ ആ ബ്ലഡ് റിലേഷൻഷിപ്പിലൊരു ട്രീ വരക്കില്ലേ, ഒരു ഹൈറാർക്കിക്കൽ ട്രീ വരക്കില്ലേ, ആ ട്രീയിൽ ഫസ്റ്റ് ബ്രാഞ്ചാണ് നമ്മളിത് വരച്ചത്. പരുൾസ് ഫാദർ. പരുൾ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ വെച്ച് മെയിലാണോ എന്ന് കാണിക്കാനായിട്ട് പോസിറ്റീവ് സിമ്പിൾ യൂസ് ചെയ്യണം. മൈ ഫാദേഴ്സ് ഒൺലി സൺ. ഇപ്പോൾ പരുൾ ഫാദർ സൺ ഉണ്ട്. ഒന്നിൽ പരുളിൻ്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല അതിൽ. അപ്പോൾ ഇത് ഒരുപക്ഷെ ഡോക്ടർ ആവാം, അതല്ലെങ്കിൽ സൺ ആകാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഫാദേഴ്സ് സൺ എന്ന് പറയണ്ട, മൈ ഫാദേഴ്സ് ഒൺലി സൺ എന്ന് പറയണ്ട. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. അപ്പോൾ ഷിഗ എന്ന് പറഞ്ഞാൽ ഷിഗ. അപ്പോൾ ഇത് ഷിഗേനെ കുറിച്ച് ഷീ എന്നവരോട് ഉദ്ദേശിക്കുന്നത് ഷിഗയാണ്. ഷീ ഈസ് എ ഗ്രാൻഡ് മദർ ഓഫ് മൈ ഫാദേഴ്സ്. അപ്പോൾ ഫാദേഴ്സ് സൺ, നമുക്ക് പരുളിനെ നമുക്ക് സണ്ണായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഈ പരുളിനെ നമുക്ക് സണ്ണായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, പരുൾസ് ഫാദർ ഉണ്ട്. ഓക്കെ, ഫാദർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വരും. ഫാദേഴ്സ് ഒൺലി സൺ എന്നാണ് പറയണത്. അപ്പോൾ പരുളുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിത് ഡോട്ടർ ആയാലും സൺ ആയാലും മേ ബി ക്വസ്റ്റ്യനിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞില്ല, ഇവിടെ ഒരു സൺ ഉണ്ട്. സണ്ണിൻ്റെ ജെൻഡർ പോസിറ്റീവ് അല്ല, ഒൺലി സൺ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വെച്ച് ചെയ്യാം. എന്നിട്ട് ഷീസ് എ ഗ്രാൻഡ് മദർ. അപ്പോൾ ഈ സണ്ണിൻ്റെ ഗ്രാൻഡ് മദർ ആണ് ആര്? ഷിഗ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് ലെയർ, മുകളിലത്തെ ലെയറിൽ നമ്മൾ ഷിഗേനെ റെപ്രസെൻ്റ് ചെയ്യണം. ഷിഗ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗ്രാൻഡ് മദർ ആണെന്നാണ് പറയുന്നത്. പരുളിൻ്റെ ഫാദറിൻ്റെ സണ്ണിൻ്റെ ഗ്രാൻഡ് മദർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ ഇസ് ഷിഗ റിലേറ്റഡ് ടു പരുൾ? എഗെയിൻ അപ്പോൾ ഷിഗ എന്താ, ഇവൺ ഇഫ് ഇത് സണ്ണാണ്, ഈ പരുളിൻ്റെ ജെൻഡർ എന്താണെങ്കിലും എവറി ടൈം ഷിഗ വിൽ ബി ഹെർ ഗ്രാൻഡ് മദർ ആണ്. ആ ഒരു സിറ്റുവേഷൻ മാറില്ലല്ലോ. ഇവിടെ ക്ലിയർലി ഇവർ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല സൺ ആണോ ഡോട്ടർ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഷിഗ വിൽ ഓൾവേസ് ബി ഈ പരുളുടെ ഗ്രാൻഡ് മദർ ആയിരിക്കും ഈ ഒരു ട്രീ വരക്കുമ്പോഴേക്കും. നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ്.
ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് ഫാദറിൻ്റെ മദറാണ് ശിഖ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതായത് ഈ ക്വസ്റ്റ്യനിൽ ഒരേ ഒരു കാര്യമുള്ളൂ. ഫസ്റ്റ് നമ്മൾ സ്പീക്കറിൻ്റെ ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ വരക്കണം. അതായത് ഇവിടെ കേസിൽ ഫാദറാണ്. അപ്പോൾ പരൽസ് ഫാദേഴ്സ് ഓൺലി സൺസ് ഗ്രാൻഡ് മദർ ശിഖ. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ തന്നെ ആൻസർ മേടിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതോടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അതായത് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രം ദാറ്റ് ഇതുപോലത്തെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇനിയും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടി ബെസ്റ്റ് വിഷസ് ഞാൻ നേരുന്നു.